അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി ഡോക്ടർ ബിനു തേവത്തേരിലാണ്. അമേരിക്കയിലെ ഒക്ലഹോമയിൽ പാർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബത്തിലെ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയുടെ ജീവിതത്തിൽ ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികൾ, ദൈവം തന്നോട് ഇടപെട്ടതായ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അത്ഭുത രോഗസൗഖ്യത്തിന്റെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. കാൻസർ രോഗത്താൽ വൈദ്യശാസ്ത്രം ഇനിയൊരു ജീവിതമില്ല എന്ന് വിധി എഴുതിയപ്പോൾ സ്വർഗത്തിലെ ദൈവം കൊടുത്ത തൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുക. ആകയാൽ ഈ സാക്ഷ്യം നമുക്ക് വലിയൊരു അനുഗ്രഹമായി, പ്രചോദനമായി, പ്രതീക്ഷയും പ്രത്യാശയുമായി നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തോട് നമുക്ക് അടുത്ത് വരുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെ സഹായിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരൊക്കെ എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ സമയം ചെലവഴിക്കുന്നതിനായിട്ട് പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാവുന്നതാണ്. കർത്താവ് സഹായിക്കട്ടെ. മാത്രമല്ല, ഈ സാക്ഷ്യം പരമാവധി നിങ്ങളെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും കൂടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായി തീരുമല്ലോ. തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസി ഡോക്ടർ ബിനു തേവത്തേലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ആരോമ ടി വി എനിക്ക് ഒരുക്കി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ആരോമ ടി വിയുടെ ഡാനിയൽ ജോൺ പാസ്റ്ററോടും ആരോമ ടി വിയിലെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ബിനു എസ്തർ തേവത്തേരിൽ. ഞാൻ USA ഒക്ലഹോമ സിറ്റി എന്ന പട്ടണത്തിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഇളയ കുഞ്ഞുമുണ്ട്. എനിക്ക് ദൈവം 3 പെൺകുഞ്ഞുങ്ങളെ ദാനമായിട്ട് തന്നു. അതിൽ മൂത്ത 2 പേരും വിവാഹിതരാണ്. ഒരു മകൾ ഇവിടുന്ന് ഒരു 2-3 മൈൽ അപ്പുറത്ത് തന്നെ താമസിക്കുന്നു. രണ്ടാമത്തെ മകൾ ഇവിടുന്ന് 100 മൈൽ ഒക്ലഹോമയിൽ തന്നെ ഉള്ള വേറൊരു സ്ഥലത്ത്, ടോൾസ എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബമായിട്ട് താമസിക്കുന്നു. എൻ്റെ മാതാപിതാക്കളെ പറ്റി പറയുകയാണെങ്കിൽ 2 പേരും ഇപ്പോൾ ജീവനോടെ ഇല്ല. എൻ്റെ പിതാവ് 2004 എൻ്റെ മാതാവ് 2022 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാനൊരു പെന്തിക്കോസ് ഭവനത്തിലാണ് ജനിച്ച് വളർത്തപ്പെടുവാൻ ഇടയായത്. എൻ്റെ മാതാവ് ഒരു അധ്യാപികയായിരുന്നു. എൻ്റെ പിതാവ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം കുറച്ചുനാൾ ഗൾഫിലൊക്കെയും ജോലി ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അവർ 2 പേരും ഇപ്പം ദൈവസേനയിൽ വിശ്രമിക്കുന്നു. എനിക്ക് 2 സഹോദരിമാരും ഒരു സഹോദരനുമുണ്ട്. അതിൽ എൻ്റെ 2 സഹോദരിമാരും ഈ ഒക്ലഹോമയിൽ തന്നെ ടോൾസായിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. എൻ്റെ സഹോദരൻ കുടുംബമായിട്ട് നാട്ടിൽ എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. ഞാൻ എൻ്റെ ജോലിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ വെറ്റിനറി ഡോക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ദൈവകൃപയാൽ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒക്ലഹോമ സിറ്റിയുടെ ഗവൺമെൻറ് സർവീസിൽ ഒരു വെറ്റിനറിയനായിട്ട് ജോലി ചെയ്യുന്നു, ഫുൾ ടൈം ആയിട്ട്. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ നിന്നും നാട്ടിൽ വന്ന് എന്നെ വിവാഹം ചെയ്ത് ഞാൻ അമേരിക്കയിലേക്ക് കടന്നു വരുവാൻ ഇടയായത്. എന്നാൽ അത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ വിശദമായിട്ട് പറയാം. ദൈവം ഞങ്ങളെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയും 2001 മുതൽ ദൈവത്തിൻ്റെ പൂർണ്ണസമ സുവിശേഷത്തിൽ വേലയ്ക്ക് വേണ്ടി ദൈവദാസൻ സമർപ്പിക്കുവാനും അങ്ങനെ മുന്നോട്ട് വരുവാനും ദൈവം ഇടയാക്കി. അങ്ങനെ ദൈവവേലയിൽ ഞങ്ങളായിരിക്കുന്നു. ഞാൻ ജോലിയോടുകൂടെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുവാൻ ഈ വർഷങ്ങളൊക്കെയും ദൈവം ഞങ്ങളെ സഹായിച്ചു. എന്നാൽ ഇനി എൻ്റെ ബാല്യകാലത്തിലേക്ക് പോകട്ടെ. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ പെരുമ്പട്ടി എന്നൊരു ഗ്രാമത്തിലാണ് വളരുവാനിടയായത്. എൻ്റെ പിതാവിൻ്റെ നാടാണ് പെരുമ്പട്ടി. എൻ്റെ പിതാവിൻ്റെ പേരൻസ് മാതാപിതാക്കളാണ് പെരുമ്പട്ടിയിൽ ആദ്യമായിട്ട് സുവിശേഷത്തിന് മുന്നോട്ട് വരികയും ഒരു സഭ ആരംഭിക്കുവാൻ ദൈവം അവരെ ഇടയാക്കുകയും ചെയ്തു. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. എൻ്റെ പിതാവ് ജനിച്ചത് പെന്തിക്കോസിലാണ്. അപ്പോൾ
ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു ആരാധന എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം ഞങ്ങളുടെ വസ്തുവിൽ തന്നെ ഒരു ചർച്ച് ഉണ്ടാകുവാനിടയായി. പിന്നീടാണ് പെരുമ്പട്ടി IPC സഭ സ്ഥാപിക്കപ്പെടുവാനും അതിന് വളരെ കൈത്താങ്ങൽ കൊടുക്കുവാനും എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ദൈവം ഇടയാക്കി. അങ്ങനെ ഒരു പെന്റക്കോസ് ഫാമിലിയിൽ വളരെ അച്ചടക്കത്തോടുകൂടെ കൃത്യനിഷ്ഠയോടുകൂടെ പ്രാർത്ഥനയുള്ള ഒരു ഭവനത്തിലാണ് എനിക്ക് വളരുവാൻ ഇടയായത്. അതെൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വല്യപ്പച്ചൻ പ്രത്യേകിച്ച് വളരെ കൃത്യനിഷ്ഠതയോടുകൂടെ ദൈവത്തെ ഫോളോ ചെയ്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ട് വചനം ശരിക്ക് പഠിപ്പിച്ചു, സൺഡേ സ്കൂളൊക്കെ അറ്റൻഡ് ചെയ്തു, പ്രാർത്ഥിക്കുവാന്, അങ്ങനെ ദൈവത്തെ യഥാർത്ഥമായിട്ട് ഫോളോ ചെയ്യുവാന് ഞങ്ങളെ ചെറുപ്പം മുതലേ അഭ്യസിപ്പിക്കുവാനിടയായി. അതുകൊണ്ട് ദൈവവചനവും ദൈവത്തെ പറ്റിയും ചെറുപ്രായത്തിലെ അറിയുവാനിടയായത് കൊണ്ട് എൻ്റെ 9 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് എനിക്ക് വളരെ ഒരു പാപബോധം ഉണ്ടാവുകയും ദൈവത്തിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും ദൈവം ഇടയാക്കി. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ പെന്തിക്കോസ് രീതിയിൽ വളർന്നു വരുന്നവർക്ക് ഒരു ചട്ടക്കൂടുകൾ ഉണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം, ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി സ്നാനപ്പെടണം, അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് അവരെ ഇൻസ്റ്റിൽ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മളെ അത് പറഞ്ഞു പഠിപ്പിക്കുന്നത് കൊണ്ടോ പറഞ്ഞു തരുന്നത് കൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു, വളരെ ആഴമായിട്ട് നമ്മൾ വചനം പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജലത്തിൽ ദൈവത്തെ സാക്ഷിപ്പാനും ഇടയായി. എന്നാൽ ഞാൻ പറയട്ടെ, ഹെഡ് നോളജ് എന്ന് വെച്ചാൽ വളരെ ദൈവത്തെ പറ്റി നമുക്കറിയാം. എനിക്കറിയായിരുന്നു, വചനം നന്നായിട്ടറിയാം, സൺഡേ സ്കൂൾ നന്നായി ആഴമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ പറ്റിയൊന്നും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ, ഞാൻ വളരെ സാമ്പത്തിക പദ്ധതിയുള്ളൊരു വീട്ടിലാണ് വളർന്നത്, പഠിക്കാൻ വളരെ മുൻപിലായിരുന്നു. അങ്ങനെ തടസ്സങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ വലുതായിട്ടുണ്ടാകാത്തത് കൊണ്ട് റെഗുലറായിട്ടൊരു പ്രാർത്ഥന, വളരെ നന്നായി ജീവിക്കുക, പാപം ചെയ്യാതിരിക്കുക, സ്വർഗത്തിൽ പോകണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രിക്ക് തിരുവല്ല മർത്തമ്മ കോളേജിലാണ് ഞാൻ പഠിച്ചത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ എൻട്രൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയാണ് പ്രൊഫഷണൽ കോളേജിലേക്ക് പോകുന്നത്. അങ്ങനെ മെഡിക്കൽ എൻട്രൻസ് എഴുതി ഞാൻ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന സമയത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും എന്നോട് ഇടപെടുവാനിടയായത്. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പല ചിന്തകൾ വരികയാണ്. നമ്മൾ യഥാർത്ഥമായിട്ട് യേശുവാണോ യഥാർത്ഥമായ ദൈവം, അതോ ഞാൻ കബളിപ്പിക്കപ്പെട്ടു പോകുമോ? എൻ്റെ ചുറ്റുപാടും ഉള്ള ഹിന്ദുക്കൾ അവരുടെ ദൈവത്തെ വിളിക്കുന്നു, വളരെ നന്നായി ജീവിക്കുന്നവരുണ്ട്, അതുകൊണ്ട് അവരാണോ ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നത്, സ്വർഗത്തിൽ പോകുന്നത്, അത് ഞാനായിരിക്കുമോ എന്ന് ഞാനിങ്ങനെ എൻ്റെ ഒരു ചിന്തയുണ്ടാവുകയും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഏതാണ് ജീവിക്കുന്ന ദൈവമെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങനെയാണെങ്കിൽ ഞാനത് ഫോളോ ചെയ്യാം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 1-2 മാസം എനിക്ക് തോന്നി ഞാൻ പ്രാർത്ഥിച്ചു. അതേ സമയത്താണ് എനിക്ക് എൻ്റെ എൻട്രൻസിൻ്റെ റിസൾട്ട് വരുന്ന സമയമാണ്. അപ്പം മെഡിക്കൽ സ്കൂളിലോ ഡെന്റൽ സ്കൂള്, അങ്ങനെയാണ് വെറ്റിനറി, അഗ്രികൾച്ചർ, ഇങ്ങനെ പല ഇതിന് ഞാൻ ചോയ്സ് വെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഇങ്ങനെ ഒരു പ്രൊഫഷണൽ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് യഥാർത്ഥ ദൈവം എന്തെന്ന് ആരെന്ന് മനസ്സിലാക്കണമെന്ന് വളരെ ആഗ്രഹിച്ചു. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞത് കൊണ്ടല്ല, ഞാനിക്ക് തന്നെ അത് മനസ്സിലാക്കണം, ആ ദൈവത്തെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്നാണ് ആദ്യമായിട്ട് ഞാൻ ദൈവശബ്ദം കേൾക്കുന്നത്. ഞാൻ ചർച്ചിൽ പോയിട്ടുണ്ട്, പാട്ട് പാടുന്നു, വചനം കേൾക്കുന്നു. വചനം നമ്മുടെ ഉള്ളത്തോട് സംസാരിക്കാൻ എനിക്ക് അത്ര ഓർമ്മയില്ല. ഞാൻ ദൈവത്തെ രക്ഷിക്കപ്പായിട്ട് സ്വീകരിച്ചപ്പോൾ എൻ്റെ മനസ്സിനോട് സംസാരിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും ഒത്തിരി ഹെഡ് നോളജ്, ബൈബിൾ നന്നായിട്ട് അറിയാം. എന്നാൽ ഇപ്പോഴാണ് ഓഡിബിളായിട്ട് ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്നത് പോലെ ഞാൻ ആദ്യമായിട്ട് ദൈവശബ്ദം കേൾക്കുന്ന അന്നാണ്. എനിക്ക് എൻ്റെ 17 വയസ്സുള്ള സമയത്ത്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നീ ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? എന്നോട് എന്താണ് സംസാരിക്കാത്തത്? ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എന്നോട് ആരോ സംസാരിക്കുന്ന എൻ്റെ ചെവിയുടെ പുറകിൽ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. വളരെ മൃദുവായൊരു ശബ്ദം, വളരെ ക്ലിയർ ആയിട്ട് ഞാനത് കേൾക്കുന്ന ഇങ്ങനെയാണ്, എന്തിനാണ് മകളെ നീ കരയുന്നത്?
എന്നിട്ട് എന്നോട് പറയുന്നു, ഈ ലോകത്തിലെല്ലാവരും നീതിമാന്മാരാണെങ്കിലും നീ ഒരാൾ മാത്രം പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിനക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തിൽ വന്ന് മരിക്കുമായിരുന്നു. ഇങ്ങനെ പറയുന്ന ഒരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്കറിഞ്ഞൂടെ, എൻ്റെ ഉള്ളം പെട്ടെന്ന് തുറന്നു. അത് യേശുവാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. കാര്യം ഞാനത് എനിക്ക് മനസ്സിലായി, ഞാൻ ഒരാൾക്ക് വേണ്ടി യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന് മരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്നേഹം, ദൈവത്തിന്റെ സ്നേഹത്തെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം എനിക്ക് വേണ്ടി വന്ന് മരിച്ചു എന്നൊരു അന്ന് വരെ അറിയുന്നതിലുപരിയായിട്ട് ഞാൻ ദൈവത്തെ അറിയുവാനിടയായി. അതുമാത്രമല്ല, ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടിയാണല്ലോ നീ മരിച്ചത്. ഇനി എൻ്റെ ജീവിതമുണ്ടെങ്കിൽ ഞാൻ നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കുവാനിടയായി തീർന്നു. അന്ന് മുതൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, അന്ന് മുതൽ എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ, ഞാനൊരു ബുക്ക് വായിക്കുകയാട്ടെ, ഞാൻ കണ്ടമാനം നന്നായിട്ട് ഒത്തിരി ബുക്കുകൾ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഒരു ബുക്കുകൾ വായിക്കുകയാട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ വാച്ച് ചെയ്യാട്ടെ, എന്തെങ്കിലും ടി വിയിലോ, അന്നൊക്കെ ദൂരദർശനുള്ള സമയമാണ്, ഒക്കെയും കാണുകയാണ്. എന്തെങ്കിലും കാണുന്നെങ്കിൽ ഞാൻ ചോദിക്കും, ഇതെൻ്റെ കർത്താവ് എൻ്റെ സ്നേഹിതനായിട്ട്, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും, കർത്താവ് എന്നോട് കൂടെ ഇരുന്ന് ഇത് കാണുമോ, അല്ല ഇങ്ങനെ ഒരു സംസാരിക്കാൻ ദൈവം എന്നോട് കൂടെ അത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ച് എൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തുവാനും എൻ്റെ ജീവിതത്തിലിടയായി. അതിനുമുമ്പ് ഞാൻ വലിയ പാപം ചെയ്തിരുന്നോ എന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ ദൈവത്തോടുള്ള ഒരു ആഴമായ സമർപ്പണവും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അന്ന് മുതൽ ഇടയായി. അതാണ് ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ദൈവത്തെ അറിയുകയും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അന്ന് മുതലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നതല്ല, അതിലുപരിയായിട്ട് ഞാൻ ദൈവത്തെ അടുത്തറിയുവാനും അന്ന് മുതൽ വചനം വായിക്കുമ്പോൾ പേഴ്സണലായിട്ട് ആണ് ഞാൻ അതിനെ ഏറ്റെടുക്കുകയും എൻ്റെ ജീവിതത്തെ അങ്ങനെ ഒരു ക്രമപ്പെടുത്തുവാനും ദൈവം എന്നെ ഇടയാക്കി. അതിനുശേഷം അധികം താമസിയാതാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കർത്താവെ എൻ്റെ ഭാവി അനുഗ്രഹിക്കണമേ. അന്ന് എൻട്രൻസിൻ്റെ ഒക്കെ റിസൾട്ട് വന്ന് പ്രൊഫഷണൽ കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കുവാൻ അല്പം താമസിക്കും. അതുകൊണ്ട് ഞാൻ മർത്തമ കോളേജിൽ പോയി ഫിസിക്സ് മേജർ എടുത്ത് ഞാൻ BSc ജോയിൻ ചെയ്തു. അപ്പോൾ തന്നെ ഈ എൻട്രൻസിന്റെ റിസൾട്ടൊക്കെയും വെയിറ്റ് ചെയ്ത് അതിന് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടൊക്കെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 2-3 മാസം കോളേജിലെ ഫിസിക്സ് മേജർ എടുത്ത് ഞാൻ പോകുന്നുണ്ട്. അന്ന് ഞാൻ തിരുവല്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ കോളേജിൽ നിന്ന് പോയി വരികയാണ്. നടന്നു വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ മാതാവ് ആ സമയത്ത് തിരുവല്ലയിൽ ഒരു സ്കൂളിലേക്ക് ടീച്ചറായിട്ട് വരികയും അങ്ങനെ ഞങ്ങൾ തിരുവല്ലയിൽ വന്ന് താമസമാക്കുവാനും ഇടയായി. അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് നടന്നു വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്, കർത്താവെ എൻ്റെ ഭാവി അനുഗ്രഹിക്കണമേ, എനിക്ക് വേണ്ടി നല്ലൊരു അഡ്മിഷൻ ഒരുക്കണമേ. ഇങ്ങനെ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ ഞാൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട്, യേശു കർത്താവിനോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ നടന്ന് കോളേജിൽ നിന്നൊക്കെയും വരുന്നത്. അങ്ങനെയാണ് ഒരു ദിവസം വരുമ്പോഴാണ്, അത് ഒക്ടോബർ എൻഡിലാണ്, ഞാൻ പിന്നെയും ഒരു ദൈവശബ്ദം കേൾക്കുകയാണ് രണ്ടാമതായിട്ട്. അത് കേൾക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ തൃശ്ശൂരിൽ നിനക്കൊരു അഡ്മിഷൻ ഒരുക്കും, അവിടെ ചെന്നാൽ നീ എനിക്ക് വേണ്ടി നിൽക്കണം. ഞാൻ വ്യക്തമായിട്ട് കേട്ടു. അതപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഞാൻ ദൈവത്തെ വളരെ സ്തുതിച്ചു. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷമായി. എനിക്ക് എന്തോ ഒരു അഡ്മിഷൻ തൃശ്ശൂരിൽ കിട്ടും എന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസമായി. അങ്ങനെ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. കർത്താവെ എന്താണെന്നറിയത്തില്ല, മെഡിക്കൽ അഡ്മിഷൻ ആണോ, വെറ്റിനറി ആണോ, അവിടെ എല്ലാം ഉണ്ട്, തൃശ്ശൂർ അതെല്ലാം ഉണ്ട്, അഗ്രികൾച്ചർ കോളേജിലാണോ, ഇതൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വെറ്റിനറി സ്കൂളിൽ നിന്നുള്ള അഡ്മിഷൻ കാർഡ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ വെറ്റിനറിക്ക് ജോയിൻ ചെയ്യുവാനിടയായത്. പിറ്റേ ആഴ്ച എൻ്റെ ഇന്റർവ്യൂ ആയിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ വെറ്റിനറി സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യുവാനിടയായി. അവിടെ 5 വർഷം ആ ക്യാമ്പസിലായിരിക്കാനും പഠിക്കുവാനും ദൈവം. അതിനോടുകൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ആ സമയത്താണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കുവാനിടയായത്. ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭവനത്തിൽ എൻ്റെ വല്യമ്മച്ചിയൊക്കെയും ആദ്യമായിട്ട് ചർച്ച് ആരംഭിച്ച സമയത്ത് വളരെ ബാധിതരെ കൊണ്ടുവന്ന് അവരൊക്കെയും വിടുതൽ പ്രാപിക്കുന്ന രീതിയിലുള്ള ശുശ്രൂഷകളൊക്കെയും ഞങ്ങളുടെ ഭവനത്തിൽ നടന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും, ഞാൻ വളർന്നു വന്ന് ഒരു വലിയ ചർച്ചായിരുന്നു. ആ ചർച്ചിലൊക്കെയും പ്രവചനം എന്നൊക്കെ പറയുന്ന, ആരെങ്കിലും ദൂരെ നിന്ന് ഒരു പ്രവാചകന്മാർ വന്നാൽ മാത്രമേ ഒരു പ്രവചനമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു ചർച്ചില് വചനത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ വളർന്നു വന്നുകൊണ്ടിരുന്നിട്ട് ഞാൻ തൃശ്ശൂര്
അഡ്മിഷൻ കിട്ടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ അടുത്തുള്ളൊരു കൊച്ചു ചർച്ചിലാണ് ഞാൻ ആരാധനയ്ക്ക് വേണ്ടി പോകാൻ ഇടയായത്. ആ ചർച്ച് പുതുതായിട്ട് തുടങ്ങിയ ഒരു ചർച്ചായിരുന്നെങ്കിലും അവിടെ വളരെ ആത്മീയ ശുശ്രൂഷകൾ നടക്കുന്ന ഒരു സഭയായിരുന്നു. മണിക്കൂറുകളോളം ആത്മാവിലുള്ള ആരാധന, ദേവദാസൻ ഉൾപ്പെടെ അവിടെയുള്ള ദൈവദാസന്മാരും ദാസിമാരും ഒക്കെയും പ്രവചിക്കുന്നവരും രോഗസൗഖ്യം പ്രാപിച്ചവരും വളരെ വ്യക്തികൾ ഒക്കെയും വന്ന് അവിടെ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുന്ന ഒരു സഭയിലേക്കാണ് ഞാൻ പോകുവാനിടയായത്. അതെൻ്റെ ആത്മീയ ജീവിതത്തിനും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളും ആത്മാവിലുള്ള ആരാധനയിലുള്ള വിടുതലുകൾ ഒക്കെയും കാണുവാൻ, വചനത്തെ ഒക്കെയും അവര് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെയും കാണുവാനും അതൊക്കെയും എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് കാരണമായി തീരുവാനും ഇടയായി. പഠിക്കാൻ വളരെ നല്ലതായിട്ട് പോകുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ പഠനമൊക്കെ നന്നായിട്ട് വെറ്റിനറി സ്കൂളിൽ നടക്കുവാൻ ഇടയായി. എന്നാൽ അതോടൊപ്പം തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തെ പണിയുന്ന ഒരു സമയങ്ങളായിരുന്നു. ആ സമയത്താണ് എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, അവിടെ ഞങ്ങൾക്ക് നല്ലൊരു പ്രയർ ഗ്രൂപ്പ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുവാനിടയായി. എൻ്റെ ക്ലാസ്സിലെ തന്നെ പല വ്യക്തികൾ മുന്നോട്ട് വരുവാനും ദൈവത്തിനെ സ്നാനപ്പെടുവാനും മുന്നോട്ട് വരുവാനും ഒക്കെ ഇടയായി. ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ, നീ എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ കർത്താവിൻ്റെ പ്ലാൻ എന്താണ്? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വിളി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി. അങ്ങനെ ഞാൻ ദൈവസന്നിധി തീരുമാനമെടുത്തു, കർത്താവെ, നീ ഒരിക്കൽ എന്നെ പൂർണ്ണമായിട്ട് വിളിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഇറക്കിക്കൊള്ളാം. അല്ല, ഭാഗ്യമായിട്ട് എൻ്റെ ജോലിയോടുകൂടെയാണെങ്കിൽ ഞാൻ അങ്ങനെ നിന്റെ ദൈവവേല ചെയ്തു കൊള്ളാം എന്ന് ഞാൻ ദൈവസന്നിധിയിൽ അങ്ങനെ അവിടെ പഠിക്കുന്ന സമയത്താണ് ഒരു തീരുമാനം എടുക്കുവാനിടയായത്. അങ്ങനെ ഞാൻ അവിടെ 8th സെമസ്റ്റർ ആയതേ ഉള്ളൂ. 4ാം വർഷം കഴിഞ്ഞ് 5ാം വർഷം തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു വിവാഹാലോചന വരികയും, വിവാഹത്തെ പറ്റി പോലും ചിന്തിക്കുന്നതിന് മുമ്പാണ് എൻ്റെ പിതാവിനെ ഇങ്ങനെ വിളിച്ചു പറയാണ്, ഒരു വിവാഹാലോചന ഇങ്ങനെ വന്നു, അവരിങ്ങനെ അപ്രോച്ച് ചെയ്തു, നിന്നെ കാണുവാൻ വേണ്ടി കോളേജിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബൈജു എന്നാണ്. അദ്ദേഹവും അന്ന് അമേരിക്കയിൽ നിന്ന് നാട്ടിൽ അവധിക്ക് വന്ന സമയമായിരുന്നു. പേരൻസിനോടുകൂടെ എന്നെ കാണുവാൻ വരികയും അദ്ദേഹവും പേരൻസും ഒരു ബ്രദറും മാത്രമേ എൻ്റെ ഹസ്ബൻഡിനുള്ളൂ. മാതാപിതാക്കളും ഇവിടെ US-ലായിരുന്നു അന്ന്. അവരെന്നെ കാണുവാൻ വരികയും 2 പോലും ഇല്ല, അതിനു മുമ്പ് എൻ്റെ വിവാഹം പെട്ടെന്ന് നടക്കുവാനിവിടെ. അന്ന് ഞാനിങ്ങനെ അമേരിക്ക വരികയാണെന്നോ അമേരിക്കയിൽ ജീവിക്കണമെന്നോ ഒന്നും എൻ്റെ പ്ലാനിൽ ഉൾപ്പെട്ട കാര്യമല്ലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി എൻ്റെ ജോലിയോടുകൂടെ ദൈവവേല ചെയ്യണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വിവാഹം വരും. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെയാണോ, എനിക്ക് അതിനെപ്പറ്റി തീരുമാനമെടുക്കാൻ പോലും ഒരു സമയം വരുന്നതിന് മുമ്പ് ആ വിവാഹം പെട്ടെന്ന് ഉറക്കുകയും എൻ്റെ വിവാഹം നടക്കുവാനിടയായി. അപ്പം എനിക്ക് തന്നെ ഒരു അല്പം കൺഫ്യൂഷനായിരുന്നു, ഇതാണോ എന്നെ പറ്റിയുള്ള ദൈവവിളി? എന്നാൽ വിവാഹം കഴിഞ്ഞു. എന്നാൽ ദൈവം എന്നോട് ഒരു ആലോചന ഞങ്ങളുടെ തൃശ്ശൂരുള്ള ദേവദാസനിൽ കൂടെ ഉണ്ടായി. ഞാൻ പ്രാർത്ഥിക്കണം, അവരായിരുന്ന സമൂഹത്തിൽ നിന്നും എൻ്റെ ദൈവവിളിയെ ഞാൻ മറക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ദൈവം ഞങ്ങളെ നടത്തും എന്നൊരു ആലോചന എനിക്കുണ്ടാകുവാനിടയായി. എനിവേ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ എൻ്റെ പഠനമൊക്കെയും ഫിനിഷ് ചെയ്തു. നാട്ടിൽ 2 വർഷം ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുവാനും ദൈവം എന്നെ ഇടയാക്കി. അമേരിക്കയിലേക്ക് വരുന്നതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ അല്പസമയം എടുത്തു. ആ സമയത്ത് ഞങ്ങൾക്ക് മൂത്ത മകളും ഉണ്ടാകുവാനിടയായി. നാട്ടിൽ വെച്ചാണ് എൻ്റെ മൂത്ത മകളും ജനിക്കുന്നത്. അതിനുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ എൻ്റെ പേപ്പർ വർക്കിൽ ഉണ്ടായതുകൊണ്ട് അല്പം ഡിലേ ഉണ്ടായി. 4 വർഷത്തിന് ശേഷമാണ് എൻ്റെ മകളുമായിട്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് 1997 മാർച്ചിൽ ഞാൻ US-ലേക്ക് കടന്നു വരുന്നത്. അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഷിക്കാഗോയിലാണ്. അവിടേക്ക് ഞങ്ങൾ കടന്നു വന്നു. അവിടുത്തെ AG ചർച്ചിലാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സന്തോഷത്തോടെ അമേരിക്കയിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്ക കടന്നു വരുന്നവർ വളരും നാട്ടു ജോലിയില്ലാഞ്ഞിട്ടോ പഠനമില്ലാഞ്ഞിട്ടോ അല്ല, അതിൽ ബെറ്ററായിട്ടുള്ളൊരു സ്റ്റാറ്റസ് വേണം എന്നതുകൊണ്ടാണ് പലരും അമേരിക്കയിൽ കടന്നു വരുന്നത്. അങ്ങപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിന്താഗതികൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടുക, നല്ല ഭവനങ്ങൾ വാങ്ങിക്കുക, നല്ല മുന്തിയ തരം കാറുകൾ വാങ്ങിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു അമേരിക്കൻ ഡ്രീമിലേക്ക് ഞാനും ആയിപ്പോയി.
ഇവിടെ വന്നപ്പോൾ വലിയ കുഴപ്പമില്ല. എൻ്റെ ഹസ്ബൻഡ് അന്ന് മോട്ടോറോളയിൽ ഒരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. ഇവിടെ വന്ന് ഞാനും എൻ്റെ പേപ്പർ വർക്കൊക്കെ ആരംഭിച്ചു. ഇവിടെ വന്ന് ലൈസൻസ് എടുക്കുവാൻ, വെറ്റിനറിയനായിട്ട് പ്രാക്ടീസ് ചെയ്യുവാൻ ഉള്ള പേപ്പർ വർക്കൊക്കെയും തുടങ്ങി. രണ്ടാമത്തെ മകൾ എനിക്കുണ്ടായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പേരൻസ് ഉണ്ട്, ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ചിന്ത ഇങ്ങനെ ഉണ്ട്. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, വളരെ ആക്റ്റീവാണ്, ഇങ്ങനെയൊക്കെയും പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നു, പ്രാർത്ഥനകൾക്ക് പോകുന്നു, കൺവെൻഷനുകൾക്ക് പോകുന്നു, ഒക്കെ ആണെങ്കിൽ പോലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു. കർത്താവേ, ഞാൻ നിന്റെ വേല ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി എന്നെ സമർപ്പിച്ചു. എന്നാൽ ഇപ്പോൾ വലിയൊരു വീട് വാങ്ങിച്ചു, ഈ ലൈഫിൽ ഞാൻ ആയിപ്പോയല്ലോ എന്നെപ്പോഴും എൻ്റെ ചിന്തയുണ്ടായിരുന്നു. ഏത് മെസ്സേജ് കേട്ടാലും, ചർച്ചിലായിരുന്നാലും ഒക്കെയും എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, ഇനി ഞാൻ എന്തെങ്കിലും ദൈവവേല ചെയ്യുമോ, അതോ ഇതാണോ എൻ്റെ ലൈഫ് എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ 97-ൽ ഞങ്ങൾ ഇവിടെ കടന്നു വന്നു. 92 എൻ്റെ രണ്ടാമത്തെ മകളുണ്ടായി. അങ്ങനെ പോകുന്ന സമയത്താണ് ഞങ്ങളൊരു വലിയ വീടൊക്കെ വാങ്ങിച്ചു. മാനുഷികമായി നോക്കിയാൽ എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെട്ടു പോകുന്നു എന്ന് ഭൗതികമായി പറയാവുന്ന ഒരവസ്ഥ. എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വെറ്റിനറി ലൈസൻസ് എടുക്കണേൽ പല സ്റ്റെപ്പുകൾ കടന്നു പോകണം. അതിന് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം, ഞാൻ ഇന്ന് ഓർക്കുന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. 2001 മാർച്ചിലാണ്. ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസ് ജോലിക്ക് പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലിയിലാണ്, ഞാൻ 2 കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോഴൊരു 8-9 ആയി കാണും വൈകുന്നേരം. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഫോൺ വിളിക്കുവാനിടയായി. ഫോൺ വിളിക്കാൻ കാരണം, അന്ന് ഷിക്കാഗോയിൽ ഒരു മഞ്ഞ് പെയ്തു, അതുകൊണ്ട് ട്രാഫിക് ഒക്കെയും ജാമായിരിക്കുക. അദ്ദേഹം വീട്ടിലെത്താൻ താമസിക്കും എന്ന് പറയാനാണ് എന്നെ വിളിക്കുന്നത്. വിളിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ ലിവിങ് റൂമിൽ, അല്ലെ ഫാമിലി റൂം എന്നൊക്കെ ഇവിടെ പറയും, അവിടുത്തെ സെറ്റിയൽ, കൗച്ചയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോയി, 2 കുഞ്ഞുങ്ങളും. ഞാൻ എൻ്റെ നിലത്ത് കാർപ്പറ്റിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നത്. വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ട്രാഫിക്ക് സ്റ്റക്കാ, കുറച്ചു നേരം കൂടെ എടുക്കും വീട്ടിലെത്താൻ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ട് എന്നോട് ചോദിച്ചു, നീ എന്തെടുക്കുക എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുക എന്നിങ്ങനെ പറഞ്ഞു. പ്രാർത്ഥിക്കുക, എന്തോ പ്രാർത്ഥിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ച് എൻ്റെ ജോലി ഒന്ന് കളയിക്കല്ലേ എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതായിട്ടും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ വിതിൻ 2 ആഴ്ചക്കുള്ളിൽ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ, മോട്ടറോള എന്ന് പറയുന്ന വലിയൊരു കമ്പനിയാണ്, നന്നായിട്ട് പോവുകയാണ്. പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് ഒരു പ്രൊജക്ട് മാനേജറാണെന്ന്. ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് അമേരിക്കയിൽ പഠിച്ച വ്യക്തിയാണ്. ഇതൊക്കെ ആണെങ്കിൽ കൂടി 2 ആഴ്ചക്കുള്ളിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ലേ ഓഫ് ആകുവാനും അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടുവാനും ഇടയായി. ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഏപ്രിൽ ആയി. ഞങ്ങള് പെട്ടെന്നൊരു ജോലി ലഭിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി. ഉപവാസ പ്രാർത്ഥന 2-3 ദിവസമുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുമ്പോൾ, അന്ന് ഒരിക്കലും തമ്മി കണ്ടിട്ടില്ലാത്ത ഒരു ദൈവദാസനെ, അവിടെ ഒരു കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കാൻ വരുന്ന വ്യക്തിയെ എൻ്റെ ഹസ്ബൻഡാണ് അന്ന് എയർപോർട്ടിൽ നിന്ന് പോയി പിക്ക് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ഞങ്ങളുടെ 2 ദിവസം താമസിക്കുമ്പോഴാണ് ഞങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ദൈവദാസനും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ, ഈ വന്ന ദൈവദാസൻ, ഞങ്ങളുടെ ചർച്ചിലെ 1-2 ഫാമിലീസ്, അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളും പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? ഒരു ജോലി ലഭിപ്പാൻ. ഇതിലും നഷ്ടപ്പെട്ടതിലും നന്നായ ഒരു ജോലി ലഭിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പസമയം ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഈ കടന്നു വന്ന ദൈവദാസനും ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു ദൈവദാസിക്കും ഒരേ സമയത്ത് ഒരേ ദർശനം ദൈവം കൊടുത്തു. ആ ദർശനം ഒരു ദൈവവേലയെ പറ്റിയുള്ള ഒരു ദർശനമായിരുന്നു. ഞാൻ എന്താണെന്ന് പറയുന്നില്ലെങ്കിലും അത് ഒരേപോലത്തെ ദർശനം രണ്ടുപേരും പറയുകയാണ്. ഇനി ജോലിയല്ല, ദൈവവേലയിലാണ് ദൈവം കണ്ടിരിക്കുന്നത് എന്നൊരാലോചനയാണ് ആ ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് ഉണ്ടാകുവാനിടയായത്. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എന്താണ്? 2 കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുള്ളത്, വീടുണ്ട്, വീടിന്റെ പേയ്മെന്റ്സ് ഉണ്ട്. ഇവിടെ അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ ലോണൊക്കെ എടുത്താണ് വീട് വാങ്ങിക്കുന്നത്.
ഞാൻ അന്നൊരു വെറ്റിനറിയനായിട്ട് എനിക്ക് ലൈസൻസ് ലഭിച്ചിട്ടില്ല. ഞാനൊരു വെറ്റിനറി ക്ലിനിക്കിൽ ഒരു ടെക്നീഷ്യനായിട്ട് അല്ല ഒരു അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരു വളരെ തുച്ഛമായ ഇൻകമേ എനിക്കുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് പേരൻസും വലിയ ജോലിക്കാരൊന്നുമല്ല. അവർക്ക് ജോലിയുണ്ട്, എന്നാലും എൻ്റെ ഹസ്ബൻഡിനായിരുന്നു നല്ല ജോലി ഉണ്ടായിരുന്നത്. അതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ രണ്ടുപേരോടും ഒരേപോലെ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡും ചെറുപ്രായത്തിലെ ദൈവവേലയ്ക്ക് സമർപ്പിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ ഞാനും ദൈവവേലയ്ക്ക് സമർപ്പിച്ചുണ്ട്. അതൊക്കെ നമ്മൾ മറന്നു കിടക്കുകയാണ്. ഈ അമേരിക്കൻ ഡ്രീമിൽ അതൊക്കെയും അങ്ങ് പോയായിരുന്നു. എങ്കിലും ദൈവം അതൊന്നും മറന്നില്ല. ഞങ്ങളെ വീണ്ടും ദൈവവേലയ്ക്ക് വേണ്ടി ഞങ്ങളെ ഉണർത്തുകയും വിളിക്കുകയും അതിനെ ഒരു റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവെ, നിന്റെ ഹിതം എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ, അത് കർത്താവ് അത് വെളിപ്പെടുത്തണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ച ദേവദാസൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് വിളിച്ചു. നാട്ടിൽ വന്ന് ചില പ്രവർത്തനങ്ങളൊക്കെയും കാണുവാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുവാനിടയായി. അതുപോലെ തന്നെ അന്ന് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു ദേവദാസനും നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുന്നുണ്ട്. അവിടെ വന്ന് കാണുവാൻ അദ്ദേഹവും വിളിച്ചു. അങ്ങനെ 2001 ഈ ഓഗസ്റ്റ് മാസം എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയും ദൈവസന്നിധിയിൽ ഞങ്ങൾ തീരുമാനമെടുത്തു. എന്നാൽ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഹസ്ബൻഡ് വീട്ടിലെ മൂത്ത മകനാണ്. 2 ആൺകുട്ടികളുള്ളതിൽ മൂത്ത മകനാണ്. അവരുടെ പേരൻസിന് വളരെ പ്രതീക്ഷ. നാട്ടിൽ നല്ല ജോലി ചെയ്തവരാണ് രണ്ടുപേരും. അത് കളഞ്ഞ് അമേരിക്കയിൽ വരാൻ കാരണം തന്നെ അവരുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ പോകണം, സാമ്പത്തികമായിട്ടും നല്ല ഭദ്രതയോടെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ജോലിയൊക്കെയും കളഞ്ഞ് ഈ നാട്ടിൽ വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി പോവുകയാണ്. ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് വേറെ ജോലി നോക്കാതെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതവർക്ക് വളരെ അല്പം പോലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ വളരെ സങ്കടവും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ അവർക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും. കുഞ്ഞുങ്ങൾ കുഞ്ഞാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊരു ലൈസൻസ് ലഭിച്ചിട്ടില്ല, എനിക്ക് വലിയ നല്ല ജോലിയൊന്നും അന്നില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഇതാണോ ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളോട് വ്യക്തമായിട്ട് കർത്താവ് സംസാരിക്കുന്നത് ഇതാണോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഒരു 2 ദിവസത്തെ മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പോകുമ്പോൾ ഞാനിങ്ങനെ വണ്ടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മീറ്റിങ്ങിലേക്ക് കടന്നു പോകുന്നത്. കർത്താവെ, എനിക്കൊന്ന് ഉറപ്പ് തരണേ കർത്താവെ, ആ ഉറപ്പിന്മേൽ ഞാൻ നിന്നോളാം. എന്തെല്ലാം ബുദ്ധിമുട്ട് കൊണ്ടുണ്ടായാലും ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്കൊരു ഉറപ്പാണല്ലോ, ആ ഉറപ്പിൽ ഞാൻ നിന്നോളാം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. അന്ന് മീറ്റിങ്ങിന് ചെന്നിരിക്കുമ്പോൾ വീണ്ടും ഞാനൊരു ദൈവശബ്ദം കേൾക്കുകയാണ്. എൻ്റെ ചെവിയിൽ ആരോ പറയുന്ന പോലെ. അന്ന് കേട്ട വചനം എന്ന് പറഞ്ഞാൽ, ഏലിയാവിന്റെ സമയത്ത് അനേക വിധവമാര് അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നെങ്കിലും സാരിഫാത്തിലെ സീദോനിലെ വിധവയുടെ അടുത്ത് മാത്രമേ ഏലിയാവിനെ വിട്ടുള്ളൂ. ആ വചനമാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ കയ്യിലുള്ളത് ഏലിയാവിന് കൊടുക്കുക. ഈ ക്ഷാമം കഴിയുന്നത് വരെ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല, നിന്റെ ഭരണിയിലെ എണ്ണയും വറ്റിപ്പോകത്തില്ല. ഇങ്ങനൊരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ കമ്പനിക്കാർ കുറേ പൈസ കൊടുക്കും, വെക്കേഷൻ പേയും അങ്ങനെ എല്ലാം കൂടെ. അങ്ങനെ അതുകൊണ്ട് പുള്ളിക്കാരന് ലോണൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റുഡൻറ് ലോണുകളൊക്കെയും അടച്ചു തീർത്ത് കഴിഞ്ഞിട്ട് വളരെ $1500 മാത്രമേ അന്ന് ഞങ്ങളുടെ സേവിങ്സ് ആയിട്ട് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളൂ. അപ്പോഴാണ് കർത്താവ് ഇത് പറയുന്നത്. അതെനിക്കൊരു ഉറപ്പായിരുന്നു. എൻ്റെ ഇൻകം കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും എന്നാണ് ദൈവം എന്നോട് പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലായി. ഞാനത് ഏറ്റെടുത്തു. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ തീരുമാനമെടുത്തു. ആ $1500 ടിക്കറ്റ് എടുത്ത് എൻ്റെ ഹസ്ബൻഡ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാനിടയായി. അതാണ് ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷൻ പ്രവർത്തനത്തിനെന്നുള്ള രീതിയിൽ അദ്ദേഹം പോകുവാനിടയായത്. അങ്ങനെ പോയി ആ പ്രവർത്തനങ്ങളൊക്കെയും കണ്ടു. അങ്ങനെ ഒരു ഓർഗനൈസേഷനുമായിട്ട് ജോയിൻ ചെയ്യുവാൻ തീരുമാനിച്ചു. തിരികെ വന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ എൻ്റെ എക്സാംസ് ഒക്കെ എഴുതുന്നേ ഉള്ളൂ.
ഇവിടെ വന്നു. ഞങ്ങൾ കുടുംബമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണം എന്നൊക്കെയും വിചാരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇവിടെ കോളേജിൽ, വെറ്റിനറി കോളേജിൽ, ഇവിടെ അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുവാനിടയായി. ഇവിടത്തെ എനിക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ 1 വർഷം ഇവിടെ ഇന്റേൺഷിപ്പ് പോലെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള അഡ്മിഷൻ പെട്ടെന്ന് എനിക്ക് 2002 ജൂണിൽ എനിക്ക് ഇന്റർവ്യൂ ചെയ്യുവാനും, ഞങ്ങൾ ജൂണിൽ നാട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിനുള്ള എല്ലാം റെഡിയായി. അങ്ങനെ എനിക്കിവിടെ അഡ്മിഷൻ കിട്ടുവാനിടയായി. അവിടുന്ന് ഞാൻ ഓഗസ്റ്റിൽ പിന്നെ 2002 ജോയിൻ ചെയ്തു. 2003 അത് ഫിനിഷ് ചെയ്ത് ഇവിടുത്തെ ലൈസൻസ് ലഭിക്കാനിടയായി. അങ്ങനെ 2003 ജൂൺ മുതൽ ഇവിടെ വെറ്റിനറിയനായിട്ട് ലൈസൻസ്ഡ് വെറ്റിനറിയനായിട്ട് ജോലി ചെയ്യുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കി. പിന്നെയുള്ള വർഷങ്ങളിലൊക്കെയും 1 മാസത്തേക്കും ഒക്കെയും എൻ്റെ ഹസ്ബൻഡ് നോർത്ത് ഇന്ത്യയിലെ മിനിസ്ട്രിക്ക് വേണ്ടി കടന്നു പോകാൻ ദൈവം ഇടയാക്കി. എന്നാൽ 2004 ജനുവരി മുതൽ 2003 എൻ്റെ പഠിത്തം കഴിയുന്നത് വരെയും പുള്ളി ചെറിയ ചെറിയ പ്രൊജക്റ്റുകളൊക്കെയും ചെയ്തെങ്കിലും 2004 ഞങ്ങൾ തീരുമാനിച്ചു ഒരാൾ പൂർണ്ണമായിട്ട് ദൈവവേല ചെയ്യാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനിക്കുകയും ദൈവം ഞങ്ങളോട് ഇടപെടുകയും ചെയ്തത് മൂലം അങ്ങനെ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഒരാൾ ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയും എൻ്റെ ഹസ്ബൻഡ് അന്ന് മുതൽ തന്നെ ഒരു ഓർഗനൈസേഷനോടുള്ള അനുബന്ധത്തിൽ 20 വർഷത്തോളം ഞാനത് ICPF എന്ന ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുവാനും അങ്ങനെ ഈ രാജ്യത്തിലുള്ള യുവജനങ്ങളോട് ഉള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ട് വരുവാനും ഇടയായി. ഞാൻ ലൈസൻസിങ് വെറ്റിനറിയനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അതൊക്കെ ഞങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ തക്കോണം ദൈവം ഇടയാക്കി. 2006 ദൈവം ഞങ്ങൾക്ക് വീണ്ടും ഒരു പൈതലിനെ ദാനമായിട്ട് തരികയും ചെയ്തു. വീണ്ടും അദ്ദേഹം ഒക്ലഹോമയിലേക്ക് ഞങ്ങൾ ഷിക്കാഗോയിൽ നിന്ന് മൂവ് ചെയ്തു. ഇവിടെ ഒരു ചർച്ചിന്റെ യൂത്ത് പാസ്റ്ററായിട്ട് 6 വർഷത്തോളം ഇരിക്കാനിടയായി. അവിടുന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ടോൾസ ഇന്ന് ഒക്ലഹോമയിൽ തന്നെ ഉള്ള ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുവാനും, അവിടുന്ന് അവസാനം ഞങ്ങൾ ഇപ്പം അറ്റ്ലാന്റയിലായിരുന്നു കഴിഞ്ഞ 5 വർഷത്തോളം. അവിടുത്തെ ഒരു ചർച്ചിന്റെ പാസ്റ്ററായിരിക്കാനും ദൈവദാസനെ ദൈവം ഇടയാക്കി. അതിനുള്ള ഇടയ്ക്കുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ദൈവം വളരെ അത്ഭുതകരമായിട്ടും അനുഗ്രഹമായിട്ടും ഈ രാജ്യത്ത് ഞങ്ങളെ നടത്തി. ഇനി എൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടക്കട്ടെ. 2021 ജനുവരിയിലാണ് കർത്താവിൻ്റെ ദാസൻ അറ്റ്ലാന്റയിൽ അടുത്തുള്ളൊരു സ്ഥലമാണ്, അവിടെയുള്ള ഒരു ചർച്ചിന് ചാർജ് എടുക്കുന്നത്. എന്നാൽ 2021 ജൂലൈയിലാണ് ഞാനും എൻ്റെ കൊച്ചുമകളും, മൂത്ത മകൾ അപ്പോഴത്തെ വിവാഹം വേറൊരിടത്താണ് ജോലി ചെയ്യുന്നത്. അവളൊരു മെഡിക്കൽ ഡോക്ടറാണ്. അന്ന് അവൾ അതിൻ്റെ റെസിഡൻസ് ചെയ്തുകൊണ്ടിരിക്കുക, വിവാഹിതയല്ല. 2ാമത്തെ മകൾക്കും വേറൊരിടത്ത് ജോലിയായി, അവളും ഇല്ല. അപ്പം കൊച്ചുമകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവ് അപ്പോഴത്തേക്ക് മരിച്ചുപോയി. മാതാവ് ഞങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ കൊച്ചുമകളും മാതാവും കൂടി ജൂലൈയിലാണ് ഞങ്ങൾ അറ്റ്ലാന്റയിലേക്ക് മൂവ് ചെയ്യുന്നത്. അതിന് മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു. എൻ്റെ ജോലിയോട് അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് വളരെ ഓപ്പർച്യൂണിറ്റീസ് ദൈവം എനിക്ക് തന്നു. അതുപോലെ പല കാര്യങ്ങൾ പഠിക്കുവാനും അതിലെ എൻ്റെ പ്രൊഫഷനിലൊക്കെയും വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞാൻ മുന്നോട്ട് വരികയാണ്. പ്രത്യേകിച്ച് ദൈവം എൻ്റെ കൈകളെയൊക്കെയും ബലപ്പെടുത്തി. ഞാനൊരു സർജനായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വളരെ എനിക്ക് അറ്റ്ലാന്റയിലേക്ക് വന്നപ്പോൾ വലിയൊരു സിറ്റിയാണ്, വളരെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഞങ്ങൾക്കുണ്ട് ലഭിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും മാനുഷികമായി നോക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ദൈവവേലയിൽ ഇത്രയും നാളായിരിക്കാനിടയായി. ആ സഭയോടുള്ള ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കുന്നു. അങ്ങനെയൊക്കെയും പോകുന്ന സമയത്താണ് 2022 ഞങ്ങളുടെ മൂത്ത മകളുടെ വിവാഹം നടക്കുന്നത്. അത് ഏപ്രിലിൽ നടന്നു. അതിനുശേഷം സമ്മർ കഴിഞ്ഞ് നവംബർ ആയപ്പോൾ എൻ്റെ 2ാമത്തെ മകളുടെ വിവാഹ നിശ്ചയവും കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ഇടത്തെ കക്ഷത്തിൽ ഒരു ചെറിയ കുരു പോലെ എന്തോ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുവാനിടയായി. അപ്പം ഞാൻ തന്നെ ഹ്യൂമൻ മെഡിസിൻ അല്ലെങ്കിലും വെറ്റിനറി ഒത്തിരി മെഡിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതും അറിയുകയൊക്കെ ചെയ്യാവുന്നത് കൊണ്ട് ഞാൻ തന്നെ അത് നോക്കി. അപ്പം ഞാൻ ഓർത്തു ഒരു ഹെയർ ഫോളിക്കിളിന് ഒരു ക്ലോഗ് ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. വേറൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയുമില്ല, എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയുമില്ല. ഞാനതുകൊണ്ട് വലിയ കാര്യമാക്കിയില്ല, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഡിസംബർ ആയപ്പോൾ 2022 ഡിസംബർ ആയപ്പോൾ പെട്ടെന്ന് എൻ്റെ ബാക്കിൽ എനിക്ക് പെട്ടെന്ന് പെയിൻ അനുഭവപ്പെടാനോടായി. രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പം എനിക്ക് താഴോട്ട് ഇറങ്ങുവാനൊക്കെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്റ്റിഫായിട്ടിരിക്കുന്ന പോലെ പുറമൊക്കെ.
അപ്പൊ തണുപ്പൊക്കെ ആകുന്ന അറ്റ്ലാന്റ വലിയ തണുപ്പില്ലെങ്കിൽ പോലും തണുപ്പുണ്ട് അന്ന് വിചാരിച്ചു. അപ്പോഴെന്റെ കാലിലൊക്കെയും എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ വലത്ത് കാലിന് വളരെ വേദന അനുഭവിക്കുക, ഒരു ചുളുചുളുക്കുന്ന വേദന. അപ്പൊ ഇതെന്താണ്, ആർത്രൈറ്റിസ് ആയിരിക്കും എന്നൊക്കെയും വിചാരിച്ചു. ഞാൻ എൻ്റെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ കാണാൻ വേണ്ടി ഇവിടുത്തെ മെഡിക്കൽ ഇൻഷുറൻസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് ജനുവരി ആകുമ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി അതിനുവേണ്ടി അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിരിക്കുകയാണ്. അങ്ങനെയായി ജനുവരി 1 ആദ്യത്തെ ആഴ്ചയായപ്പോഴാണ് എൻ്റെ ഈ ഇടത്ത് ഷോൾഡറിന് താഴെ വേദനയുണ്ടായി. പെട്ടെന്ന് അത് വലത്ത് ഷോൾഡറിലേക്ക് മാറി ഈ താഴെയായിട്ടാണ് ഡീപ്പായിട്ട് എനിക്ക് വേദന അനുഭവിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ കൊച്ചുമകളോട് പറഞ്ഞു, മോളെ ഇതെന്താന്നൊന്ന് നോക്കും, തിരുമ്മ, മമ്മിക്ക് ഇങ്ങനെ വേദന വരുന്നു, ഇങ്ങനെ നോക്കുക. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറത്തോട്ട് അങ്ങ് വേദന പെട്ടെന്ന് ഓരോ ദിവസം കഴിയും തോറും എൻ്റെ പുറത്തൊക്കെ അങ്ങ് വേദന അനുഭവിക്കുകയാണ്. ഇതെന്താണെന്ന് അറിയത്തുമില്ല. അങ്ങനെ ഞാൻ അവസാനം ഡോക്ടറെ കണ്ടു. ജനുവരിയിലാണ് ഞാൻ ഡോക്ടറെ കാണുന്നു. അവർ ബ്ലഡ് വർക്കൊക്കെയും ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. എൻ്റെ പുറത്തെ വേദനയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അവര് എല്ലാം നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ കക്ഷത്തിൽ ഈ കുരു പോലെ വരുന്നത് പോകുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് തന്നെ എൻ്റെ മൂത്ത മകളോട്, അവനുള്ള പീഡിയാട്രീഷ്യനാണ്, എന്നാൽ ഞാൻ അവളോട് ഇങ്ങനെ പറയുകയാണ്, മോളെ എൻ്റെ മമ്മിയുടെ കക്ഷത്തിൽ ഇങ്ങനെ ഒരു കുരു പോലെ വന്നിട്ട് അത് പോകുന്നില്ല. ഞാൻ എൻ്റെ ബ്രസ്റ്റ് ഒക്കെയും എക്സാമിൻ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു, മമ്മി ഡോക്ടറോട് പറഞ്ഞ് മമ്മി അതിനൊരു അൾട്രാസൗണ്ട് ചെയ്യിക്കണം, ഒരു ഡയഗ്നോസ്റ്റിക് മാമോഗ്രാം ചെയ്യണം. ആണ് ഈ വേദനകളും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് അവക്കൊരു സംശയം ഉണ്ടായി, ഇതെന്തെങ്കിലും സീരിയസ് ആയ എന്തെങ്കിലും ആണോന്ന്. പക്ഷേ അതേ സമയത്ത് തന്നെ ഡോക്ടർ ആണെങ്കിലും ഞാനാണെങ്കിലും വിചാരിച്ചത് എന്താണ്, എനിക്ക് എന്തോ ഒരു ഇൻഫെക്ഷൻ എൻ്റെ ബോഡിയിൽ ഉണ്ടായി. കാരണം പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കഴുത്തിന്റെ സൈഡിൽ ഇങ്ങനെ ലിംഫ് നോഡ്സ് ആണെന്ന് എനിക്കറിയാം. ലിംഫ് നോഡുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്തു. അതെനിക്ക് ഇങ്ങനെ പാൽപേറ്റ് ചെയ്യാം, എനിക്കിങ്ങനെ മനസ്സിലായി അത് ലിംഫ് നോഡാണ്. എൻ്റെ കഴുത്തിൽ ലിംഫ് നോഡുകൾ വന്നു എന്ന് ഇങ്ങനെ കണ്ടു. ഡോക്ടറെ ഞാൻ കാണിച്ചു, അതിനൊരു അൾട്രാസൗണ്ട് ചെയ്തു. അപ്പൊ എൻ്റെ തൈറോയിഡിനും ഇത്തിരി സ്വെല്ലിംഗ് ഉള്ളതുപോലെ തോന്നിയത് കൊണ്ട് ഇതിനെല്ലാം കൂടെ ഒരു അൾട്രാസൗണ്ട് ചെയ്തപ്പോഴും അതൊരു റിയാക്റ്റീവ് ലിംഫ് നോഡ് എന്നൊരു റിപ്പോർട്ടാണ് എനിക്ക് വരുന്നത്. തൈറോയിഡിന് പ്രശ്നമൊന്നുമില്ല എന്നും റിപ്പോർട്ട് വന്നു. അപ്പം ബ്ലഡ് വർക്ക് എല്ലാം നോർമലാണ്. അപ്പം ഡോക്ടറും പറഞ്ഞു എന്തോ ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും. ഞാൻ പട്ടിയും പൂച്ചയൊക്കെ കണ്ടവാന് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് എന്തോ ഒരു വൈറസോ ബാക്ടീരിയോ എൻ്റെ ബോഡിയിലുണ്ടായി എന്ന് വിചാരിച്ച് അവരത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ എൻ്റെ മോൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്കൊരു ഡയഗ്നോസ്റ്റിക് മാമോഗ്രാം ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നോട് ഇങ്ങനെ ഒരു വലിയ സന്തോഷമില്ലാത്തതുപോലെയാണ് പറഞ്ഞത്, നീ തന്നെ അങ്ങ് ഡയഗ്നോസ് ചെയ്യുകയാണോ എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് അതിനു വേണ്ടി എഴുതി തന്നു. ഞാൻ അതിനുവേണ്ടി പോയെങ്കിലും അത് നടന്നില്ല. പിന്നെ ഫെബ്രുവരി ഞാൻ പോയി, അൾട്രാസൗണ്ട് ഒക്കെ നടന്നു, ആ ടെസ്റ്റ് മാത്രം നടന്നില്ല. അപ്പോഴേക്ക് എൻ്റെ വേദന വർദ്ധിച്ചു വന്നു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തതുപോലെ അതിവേദന അനുഭവിക്കുകയാണ്. എൻ്റെ പുറത്തൊക്കെ അങ്ങ് വല്ലാത്ത വേദനയാണ്. ജോലിക്ക് പോയി നിന്നാണ് കൂടുതൽ സമയം ജോലി ചെയ്യുന്നത്. എനിക്ക് നിൽക്കാൻ വയ്യ, ഞാനിങ്ങനെ വളഞ്ഞുകൂടിയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ വീട്ടില് എൻ്റെ ബെഡ്റൂംസ് ഒക്കെ അപ്സ്റ്റേഴ്സിലാണ്. എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുപോലെ വേദന, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, എപ്പോഴും എനിക്കിങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കുകയാണ്, ഇതുപോലെ വേദന. ബ്രൂഫൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് 4 ടാബ്ലറ്റ് ഒക്കെ അങ്ങ് ഒരേ സമയത്ത് 3 നേരം എടുത്തിട്ട് പോലും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത പോലുള്ള വേദനകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ അവസാനം ഞാൻ ഇതെന്താന്ന് കണ്ടുപിടിക്കണമല്ലോ ഇങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നതിന്റെ കാര്യം ഞാൻ ഓർത്തു, ഇനി എൻ്റെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും എൻ്റെ പുറത്ത് ഈ വേദന വരുന്നത്. ആ വ്യക്തി എന്നെ പരിശോധിച്ചിട്ട് എൻ്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, നമുക്കൊരു MRI എടുക്കാം, ഇതെന്താണെന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് എന്നെ മാർച്ചിലാണ് എന്നെ ഒരു MRIക്ക് വേണ്ടി വിടുന്നത്. അങ്ങനെ മാർച്ച് 17-ാം തീയതി 2023 ഞാനിക്കൊരു MRI എടുക്കുകയാണ്. ആ സമയത്ത് ഞാൻ ചർച്ചിലോ പോലും പോകത്തില്ല. ദേവദാസനും മോളും മമ്മിയും പോവും, ഞാൻ വീട്ടിലിരിക്കും. സൂമിൽ കൂടാണ് ഞാൻ ആരാധന കാണുന്നത്, കാരണം എനിക്ക് അവിടെ പോയി അത്രയും നേരം ഇരിക്കുവാനുള്ള ആരോഗ്യമില്ല. അങ്ങനെ എനിക്കൊരു MRI എടുത്തു. മാർച്ച് 19-ാം തീയതി 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് വരികയാണ്. റിസൾട്ട് വരുന്നത് ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ മാത്രം വീട്ടിൽ വിശ്രമിക്കുകയാണ്. പക്ഷെ എൻ്റെ ഫോണിൽ എനിക്കൊരു ഇമെയിൽ വന്നു, എൻ്റെ റിപ്പോർട്ട് വന്നു എന്ന്. അപ്പൊ ഇവിടെ നമുക്കത് വായിക്കാം. മൈ ചാർട്ട് എന്ന് പറയും. നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഫോണിൽ നമ്മുടെ സൈറ്റിൽ പോയി വായിക്കാം. അതിനുള്ള ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നു. എന്നാൽ അത് തുറന്ന് വായിക്കാൻ ഞാൻ
തുറന്ന് വായിച്ചില്ല. വായിക്കാതിരിക്കാൻ കാര്യം, എൻ്റെ മനസ്സിനോട് ആരോ പറഞ്ഞു, നിന്റെ റിപ്പോർട്ടൊന്നും നല്ലതല്ല എന്നാരും എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ആരാധന കഴിഞ്ഞ് ദേവദാസനൊക്കെയും വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളത് തുറക്കുമ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്, എൻ്റെ ബാക്ക് ബോണിനും എൻ്റെ എന്ന് പറഞ്ഞാൽ സ്പൈനൽ വെർട്ടിബ്രയ്ക്കും എൻ്റെ വയറിനകത്തൊക്കെയും ക്യാൻസർ ആണെന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അതായിരുന്നു എൻ്റെ വേദന. ഈ ബോണിനെല്ലാം ക്യാൻസർ വന്നിട്ട്, പ്രത്യേകിച്ച് എൻ്റെ ഈ വലത്തെ തുടയലിന് ഒരു ഹോളുണ്ടായി, ക്യാൻസർ വന്നിട്ട് എൻ്റെ ഹിപ്പ് ബോണിനെല്ലാം ക്യാൻസർ, എൻ്റെ ബാക്ക് ബോണിന് ക്യാൻസർ. എൻ്റെ വയറിൻ്റെ MRI ആയിരുന്നത് കൊണ്ട് ഒരു ചെസ്റ്റിന് താഴെയുള്ള കാര്യം മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അതിലെല്ലാം ക്യാൻസർ ബോൺസിനുണ്ട്. ഒരു ബോൺ ഇല്ലാതെ എല്ലാത്തിനും ക്യാൻസർ ഉണ്ട്. എൻ്റെ വയറിനകത്ത് മുഴകളുണ്ട്, ലിംഫ് നോട്ട്സ് ഒക്കെയും വളരെ ബൾക്കി ആയിട്ട് അതിന് ക്യാൻസർ ഉണ്ടെന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചു, അവർ കടന്നു വന്നു. 20-ാം തീയതി ആയപ്പോൾ 21-ാം തീയതി ആയപ്പോഴേ പെട്ടെന്ന് എനിക്കൊരു CT സ്കാൻ ഇവിടെ തൊട്ട് താഴോട്ട് ചെയ്തപ്പോഴാണ് അതെൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ നിന്നാണ് ആ ക്യാൻസർ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. അത് എൻ്റെ ബോഡിയിലെല്ലാം സ്പ്രെഡ് ചെയ്തു. പിന്നെ പല MRI ആയി ഒക്കെയും ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഈ സെർവിക്കൽ വെർട്ടിബ്രെ C2 എന്ന് പറയും, ഈ സെർവിക്കൽ വെർട്ടിബ്രെ തൊട്ട് എൻ്റെ ഈ പുറത്തെ എല്ലാ വെർട്ടിബ്രയിലും ക്യാൻസർ ഉണ്ട്. എൻ്റെ റിബ്സിന് ഫ്രാക്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ബ്രസ്റ്റ് ബോണിന് ക്യാൻസർ ഉണ്ട്, എൻ്റെ തോൾപ്പലകൾക്ക് ക്യാൻസറാണ്. അങ്ങനെ ഇവിടം തൊട്ട് താഴോട്ട് 100 കണക്കിന് ട്യൂമറുകളുണ്ട്. എന്ന് വെച്ചാൽ ലിംഫ് നോട്ട്സിനെല്ലാം ക്യാൻസറാണ്. അപ്പോഴത്തേക്ക് എൻ്റെ കഴുത്തിലെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ട്യൂമറുകൾ പോലെ വരാൻ തുടങ്ങി. എൻ്റെ സൈഡിൽ നമുക്ക് പാൽപ്പേറ്റ് ചെയ്യാം, കക്ഷത്തില്, നമ്മുടെ ഈ റൈറ്റ് ലെഫ്റ്റ് നെക്കില് ഒക്കെയും ക്യാൻസർ ഉണ്ടെന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. അങ്ങനെ അത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എൻ്റെ മകളൊരു ഡോക്ടറാണ്, അവൾ വായിച്ചു. നമ്മൾക്ക് ഇനി എത്ര നാള് എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന ഒരു ചിന്ത. നമുക്കറിയാം ഇത്രയും സ്പ്രെഡ് ചെയ്തു ബോണിലും ഒക്കെ ആയതുകൊണ്ട് അത് സ്റ്റേജ് 4 ആയി എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഉടൻ തന്നെ എനിക്ക് അതിൻ്റെ ബയോപ്സി ഒക്കെ എടുത്തു, ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു. ഒരു ഓൺകോളജിസ്റ്റിനെ 2 ആഴ്ചക്കുള്ളിൽ പോയി കാണുമ്പോൾ എനിക്ക് തന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്, നിനക്കിനിയും ഇതിനൊരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ രോഗം സുഖപ്പെടുത്തുവാൻ ഇനി ഒരു ചികിത്സ നിനക്ക് തരാനില്ല, നിനക്കൊരു പാലിയേറ്റീവ് കെയർ മാത്രമേ തരാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കാര്യം ഇതുപോലെ അതിവേദനയാണ്, ഈ പല ബോണിനും ക്യാൻസർ വന്നിട്ടുള്ള അതിവേദനയാണ്. അതിനുവേണ്ടിയുള്ള പെയിൻ മെഡിക്കേഷൻ തരാം, എന്നാൽ ഇനി സർജറി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, റേഡിയേഷൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരിടത്തല്ല, ശരീരത്തിൽ പലയിടത്തുണ്ട്. അതുകൊണ്ട് കീമോതെറാപ്പിയും അതിനോടുകൂടെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയും, അങ്ങനെ അത് മാത്രമേ തരാനൊക്കത്തുള്ളൂ. അതിനും പെയിൻ മെഡിക്കേഷനുള്ള മെഡിസിൻ തരാം എന്നൊരു റിപ്പോർട്ടാണ് എനിക്ക് തരാനിടയായത്. എന്നാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. 19-ാം തീയതിയാണ് എനിക്ക് ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത്. 21-ാം തീയതി രാവിലെ, ഒരു ചൊവ്വാഴ്ച രാവിലെയാണ് ഞാൻ ഉണർന്നു വരുമ്പോൾ എനിക്ക് വേദന കൊണ്ട് എനിക്ക് രാത്രി ഒന്നും ശരിക്കും ഉറങ്ങത്തില്ല. എനിക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലോട്ട് തിരിഞ്ഞു കിടക്കാൻ പോലും വേദനയാണ്. അപ്പം ഞാനിങ്ങനെ കൈയുടെ മുട്ടു കുത്തിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്. അങ്ങനെ പല സമയത്തും ഉണർന്നു കിടക്കും. ഒരു സൈഡിൽ തിരിഞ്ഞു കിടന്നിട്ട് അത് വേദന കൂടുമ്പോൾ ഞാൻ മറ്റു സൈഡിലേക്ക് തിരിയും. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഉണർന്നു വരുമ്പോൾ വീണ്ടും ഞാനൊരു ദൈവശബ്ദം കേൾക്കുകയാണ്. ആരോ എന്നോട് സംസാരിച്ച വചനം ഇതാണ്: അവരുടെ ദേഹത്ത് തീയുടെ മണം പോലും ഉണ്ടായിരുന്നില്ല. ഞാനിതാണ് കേട്ടുകൊണ്ട് എഴുന്നേറ്റ് വരുന്നത്. അപ്പൊ ഞാൻ ഓർത്തു അത് ദാനിയേൽ പ്രവചനത്തിൽ നിന്നാണ്. 3-ാം അധ്യായത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിങ്ങനെ 3 ബാലന്മാര്, യഹൂദ ബാലന്മാര് ആ തീക്കുണ്ടത്തിൽ വീണ സമയത്ത് അവരെ അതിന് വെളിയിൽ വന്നു. രാജാവ് അവരെ വിളിച്ച് അവർ വെളിയിൽ വന്നപ്പോൾ അവർക്ക് അവരുടെ തലമുടി കരിഞ്ഞില്ല, ഒന്നും ദേഹത്തിനൊന്നും ഒരു കേടുപാട് സംഭവിച്ചില്ല. അത് മാത്രമല്ല, അവരുടെ ദേഹത്ത് തീയുടെ മണം പോലും ഉണ്ടായിരുന്നില്ല. ആ വചനമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി കീമോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ തലമുടി ഒന്നും പൊഴിഞ്ഞു പോകത്തില്ല, അങ്ങനെ ആയിരിക്കും ദൈവം എന്നോട് പറയുന്നത്. അത് ദൈവശബ്ദമാണെന്ന് എനിക്കറിയാം, കാരണം ദൈവശബ്ദം ഇങ്ങനെ പല സമയത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ ചെവി കേട്ടു. അപ്പൊ ഞാൻ അതിക്ക് മനസ്സിലായി ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം കീമോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ തലമുടി ഒന്നും പൊഴിയത്തില്ലെന്നാ ഞാൻ കേൾക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. എന്നാൽ ഈ രോഗത്തെ പറ്റിയാണ് ദൈവം എന്നോട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്നോട് പലരും ചോദിച്ചു, അന്ന് എനിക്ക് നീണ്ട മുടിയുണ്ട്, എന്നോട് പലരും ചോദിച്ചു, സാധാരണ കീമോ തുടങ്ങുന്നതിന് മുമ്പ് മുടിയൊക്കെ ഷേവ് ചെയ്യും ആൾക്കാർ, മുടിയൊക്കെ കട്ട് ചെയ്യും.
അപ്പൊ എന്നോട് ചോദിച്ചു ചെയ്യുന്നില്ലയോ എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഒരു ദൈവശബ്ദം കേട്ടു, എൻ്റെ മുടിയൊന്നും പൊഴിയത്തില്ലായിരിക്കും, അതാണെന്ന് തോന്നുന്നു ദൈവം എന്നോട് പറഞ്ഞത് എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മുടിയൊന്നും ഷേവ് ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുവാനിടയായില്ല. അന്ന് എൻ്റെ രണ്ടാമത്തെ മകളുടെ വിവാഹം ഉറച്ചിരിക്കുകയാണ്. 2023 ജൂലൈയിൽ അവിടെ വിവാഹം നടത്താൻ വേണ്ടി ഞങ്ങളിങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ്, മാർച്ച് അവസാനമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഏപ്രിൽ 12 എൻ്റെ കീമോ തുടങ്ങി, കീമോ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു എല്ലാ 3 ആഴ്ചയും കീമോ ചെയ്യണം, നമുക്ക് എന്നിട്ട് നോക്കാം. ഓപ്ഷൻസ് ഉണ്ട്, പലതരം ഓപ്ഷൻസ് ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ വെച്ച് നോക്കുകയാകുമ്പം ബ്രസ്റ്റ് ക്യാൻസർ പലതരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അപ്പോൾ എനിക്ക് വന്ന ബ്രസ്റ്റ് ക്യാൻസറിന് എൻ്റെ ക്യാൻസറിനെ അവർ ബയോപ്സി ചെയ്തപ്പോൾ 97% ഒരു തരം ക്യാൻസറും 3% വേറൊരു തരം ക്യാൻസറുമാണ്. അപ്പൊ വേറൊരു തരം 3% അവർ പറഞ്ഞു അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യണ്ട, ഈ 97% ക്യാൻസറിന്റെ എതിരെയുള്ള ഇമ്മ്യൂണോതെറാപ്പി, ആന്റിബോഡി തെറാപ്പി, കീമോയും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടറെ അടുത്ത് പോയിപ്പം ഡോക്ടർ എന്നോട് ഇങ്ങനെ പറയുക, ഈ കീമോ തുടങ്ങിയാൽ നിന്റെ മുടി പോകും, വായ്ക്കകത്ത് കുരുക്കളൊക്കെ ഉണ്ടാവും, നഖമിളകി പോകും, അങ്ങനെ പല പല സൈഡ് ഇഫക്റ്റിനെ പറ്റി പറഞ്ഞു. എന്നാൽ ദൈവനാമഹത്വത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, എൻ്റെ കീമോ തുടങ്ങി ഏപ്രിൽ 12. ആ സമയം ആയപ്പോഴത്തേക്ക് എനിക്കൊരു 40 പൗണ്ട്, ഒരു 22 കിലോ എൻ്റെ കുറഞ്ഞു. ഞാൻ എല്ലാം തൊലിയുമായി, കാരണം ഒരു ഭക്ഷണം കഴിക്കാൻ എനിക്ക് മനസ്സില്ല, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ല, എഴുന്നേറ്റിരുന്ന് ഒരു സ്പൂണ് കൊണ്ട് കോരി കുടിക്കാനുള്ള ആരോഗ്യം പോലും എനിക്കില്ല. എൻ്റെ വിരലുകളൊക്കെ പോലും കോടിപ്പോയ പോലായി. എനിക്കെന്ന് വെച്ചാൽ മസിലൊക്കെ വേസ്റ്റ് ചെയ്ത് ആ സമയമായപ്പോഴത്തേക്ക്. അപ്പോൾ ഒരു സ്പൂൺ ഇട്ടിങ്ങനെ കുടിക്കാൻ, നമുക്ക് ഇരുന്ന് കുടിക്കാനുള്ള ആരോഗ്യമില്ല, ഇതിനുള്ള സ്റ്റാമിന ഇല്ല. അപ്പം ഈ ക്യാൻസർ എൻ്റെ ബോഡിയിലെല്ലാം സ്പ്രെഡ് ചെയ്തത് കൊണ്ട് എൻ്റെ എനർജി മുഴുവൻ ഈ ക്യാൻസർ കൊണ്ടുപോവുകയാണ്, എൻ്റെ ശരീരത്തിന് യാതൊരു ആരോഗ്യവും ഇല്ല. അങ്ങനെ ഏപ്രിൽ 12 കീമോ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, 2 ആഴ്ച ആകുമ്പോഴേ, ഒരാഴ്ച കഴിഞ്ഞ് കാണും, ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, അയ്യോ ഇതല്ലല്ലോ ദൈവം എന്നോട് പറഞ്ഞത്. എൻ്റെ മുടി ഇങ്ങനെ പോന്നു, പെട്ടെന്ന് പൊഴിഞ്ഞു പോയി. പെട്ടെന്ന് എൻ്റെ മനസ്സിലായി എനിക്ക് എൻ്റെ ക്യാൻസറിനെ പറ്റിയാണ് ദൈവം എന്നോട് പറഞ്ഞത്. ഞാൻ ഈ ക്യാൻസറിൻ്റെ അതികഠിനമായ അവസ്ഥയിൽ കൂടി കടന്നുപോയാലും ഞാൻ അതിൽ നിന്ന് വെളി വരുമ്പോൾ ഈ ക്യാൻസറിന്റെ സ്മെല്ല് പോലും എൻ്റെ ബോഡിയിൽ ഉണ്ടാകത്തില്ല എന്നാണ് ദൈവം എന്നോട് പറഞ്ഞതെന്ന് അപ്പം എനിക്ക് മനസ്സിലായി. കാര്യം സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ, മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, നിന്റെ ബോഡിയിൽ നീ ക്യാൻസർ ഒരിക്കൽ പോലും പോകത്തില്ല, നിന്റെ ബോഡിയിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കും, നമ്മളോട് ഒരിക്കൽ പോലും നീ റെമിഷൻ ആയെന്ന് അവർ പറയത്തില്ല, കാരണം മെഡിക്കലി അവർക്കത് പറയാനൊക്കത്തില്ല. അത് പല ലിംഫ് നോട്ട്സിലായിട്ട് ബോണയിലൊക്കെയും ഇങ്ങനെ പതുങ്ങിക്കിടക്കും, അതിനെ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് എന്തെങ്കിലും ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ഡോക്ടർ അത് പറഞ്ഞെങ്കിലും എൻ്റെ ദൈവം എന്നോട് പറയുകയാണ്, ഇതിൽ നിന്ന് നീ പുറത്തു വരും, ഈ തീയിൽ കൂടി ഞാൻ കടന്നു പോകും, പക്ഷേ ഇതിന്റെ മണം പോലും ഇല്ലാതെ നീ പുറത്തു വരും എന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ നാമമഹത്വത്തിനോട്ട് വരട്ടെ, എനിക്ക് യാതൊരു സൈഡ് ഇഫക്റ്റും ഉണ്ടായില്ല. ന്യൂസിയാട്ട്, ഛർദിക്കുകയാട്ട് ഒന്നും ചെയ്തില്ല. മുടി പൊഴിയുന്നുണ്ട്, അതല്ലാതെ എൻ്റെ നഖമിളകാനിടയായില്ല, വായ്ക്കകത്ത് കുരുക്കൾ വരുവാനോ എൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുവാനോ ഒന്നും ഇടയായില്ല. അതുമാത്രമല്ല, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം രാവിലെ ഉണർന്നു വരുമ്പോൾ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ എൻ്റെ കഴുത്തേൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു ഈ ട്യൂമറുകൾ, ഈ ലിംഫ് നോട്ട്സ് എല്ലാം. അതിങ്ങനെ ചുരുങ്ങി പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് എനിക്ക് വിശപ്പ് വരാൻ തുടങ്ങി. 2 ആഴ്ചയായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്തിരി ചോറും കറിയും കഴിക്കണം, എനിക്ക് തന്നെ ഒരാഗ്രഹം. ആ സമയത്ത് എനിക്ക് നടക്കാൻ വയ്യ. എന്നെ സ്ട്രെസ് ചെയ്യിപ്പിക്കുന്ന എൻ്റെ ഹസ്ബൻഡോ എൻ്റെ മക്കളുമാണ്. മൂത്ത മകൾ ഇങ്ങനെ വന്നും പോയി ഇരിക്കും, രണ്ടാമത്തെ മകള് 2-3 ആഴ്ച എൻ്റെ കൂടെ താമസിച്ചു. കുഞ്ഞുങ്ങളാണ് എനിക്ക് എൻ്റെ കാലിൽ ഒരു സോക്സ് പോലും ഇട്ട് തരുന്നത്, ഷൂ ഇട്ട് തരണമെങ്കിൽ ആരെങ്കിലും എന്നെ സഹായിക്കണം. കുളിക്കണമെങ്കിൽ എന്നെ ഒരു കസേരയെ കൊണ്ട് ഇരുത്തിയിട്ട് എൻ്റെ ഹസ്ബൻഡോ മൂത്ത മകളോ ആണ് എന്നെ കുളിപ്പിക്കുന്നത്. എൻ്റെ തലമുടിയൊക്കെ തോർത്തി എന്നെ തുണിയൊക്കെ ഇടിപ്പിച്ച് കൊണ്ട് കിടത്തുന്ന അവരാണ്. അടുക്കളയിൽ അവരെന്തൊക്കെയോ, നമ്മുടെ ചർച്ചിലുള്ളവരൊക്കെ വല്ല ഫുഡും കൊണ്ട് തരും, അവരെന്തൊക്കെയോ ഉണ്ടാക്കും, അതിലെന്തെങ്കിലും അല്പമൊക്കെ ഞാൻ കഴിച്ചില്ലെന്നിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് വിശപ്പ് വരികയാണ്. എനിക്ക് ഭക്ഷണം കഴിക്കണം എന്നൊരാഗ്രഹം വന്നു. വടികുത്തി പതുക്കെ ഞാൻ അടുക്കള വരെ ചെന്നു. അവിടെ ഒരു കസേരയിൽ ഇരുന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ തന്നെ അരിഞ്ഞ് ഒരു ചോറ്, സാമ്പാറും ഒരു തോരനും വെച്ച് ഞാൻ ഭക്ഷണം കഴിച്ചു. അന്ന് മുതൽ എനിക്കങ്ങ് വിശപ്പ് വരികയാണ്.
എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി വന്നു. ചില ഫ്രൂട്ട്സ് കഴിക്കണം, ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കണം എന്നൊക്കെയും ഉള്ള ഒരാഗ്രഹവും ഒരാർത്തിയും എനിക്ക് വന്നു. അതുമാത്രമല്ല, ഈ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ശരീരത്തിൽ പിടിക്കാൻ തുടങ്ങി. എനിക്ക് വെയിറ്റ് പിന്നെയും പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങി. 3 ആഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ കീമോയ്ക്ക് വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഡോക്ടർ ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ലിംഫ് നോഡ് പോലും ഫീൽ ചെയ്യാനൊക്കത്തില്ല. ഡോക്ടറിന് തന്നെ അതിശയം വരുമാറ് എൻ്റെ കഴുത്തേലുള്ളതും എൻ്റെ ദേഹത്തുള്ള ലിംഫ് നോഡ്സ് എല്ലാം പോയി. അതുമാത്രമല്ല, ബ്ലഡ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഈ കീമോ ഒക്കെ ചെയ്യുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് കൗണ്ട് ഒക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പിന്നെ അത് കീമോ എടുക്കാൻ വയ്യാത്ത അവസ്ഥ വരും. എന്നാൽ എൻ്റെ ബ്ലഡ് വർക്കിംഗ് പോലെ ഒരു കാര്യം പോലും അബ്നോർമൽ ആകുവാനിടയായില്ല. എപ്പോഴും നോർമലാണ്. എൻ്റെ ബ്ലഡ് കൗണ്ട് നോർമലാണ്, അതിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആട്ടെ, ഹീമോഗ്ലോബിൻ എല്ലാം നോർമലാണ്, എല്ലാ എൻസൈംസ് നോർമലാണ്. അത് പിന്നെ ഒരു ക്യാൻസർ ആൻറ്റിജൻ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യും. അത് വളരെ ഹൈ ആയിരുന്ന ക്യാൻസർ ആൻറ്റിജൻ 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ അത് നോർമലായിരിക്കുകയാണ്. പിന്നെ അന്ന് കീമോ കിട്ടി. 3ാമത്തെ കീമോ കഴിയുമ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ മൂത്ത മോൾ എന്നോട് പറഞ്ഞു, മമ്മി ഇനി ആ പെയിൻ മെഡിക്കേഷൻ ഒക്കെ ഒന്ന് കുറച്ച് നോക്കെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വൈകുന്നേരമേ എടുക്കത്തുള്ളായിരുന്നു രാത്രി ഉറങ്ങാൻ വേണ്ടി. ആ പെയിൻ മെഡിക്കേഷൻ എടുക്കാതെ ഞാൻ പതുക്കെ നടന്നു നോക്കിയപ്പോൾ എൻ്റെ ദേഹത്തെ പെയിൻ ഇല്ലെന്ന് മനസ്സിലായി. എൻ്റെ ഈ അതിവേദന എൻ്റെ ഈ ബോണിലുണ്ടായിരുന്ന ഈ പെയിൻ മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എനിക്ക് ഈ വേദനകളൊക്കെയും പതുക്കെ പതുക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാനിടയായി. മാറിപ്പോകുന്നു മാത്രമോ, എൻ്റെ ശരീരം പുഷ്ടിപ്പെട്ട് വന്നു. ഞാൻ ജൂൺ മാസമായപ്പോൾ ഒരു ദിവസം ഞാൻ ജോലി തിരിച്ചുപോയി. ഇരുന്നോണ്ടാണ്, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇരുന്നോണ്ട് തന്നെ ഞാൻ ജോലി ചെയ്യുവാനിടയായി. ഒരു 3-4 മണിക്കൂർ ജോലി ചെയ്ത് തിരിച്ചു വരുവാനിടയായി. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ പെട്ടെന്ന് എനിക്ക് ഡയഗ്നോസ് ചെയ്തപ്പോൾ എൻ്റെ അറിവനുസരിച്ചും ഈ റിപ്പോർട്ടൊക്കെ വായിച്ചിട്ട് ഞാൻ ഓർത്തു എനിക്ക് 6 മാസം കാണും, അതിൽ കൂടെ എനിക്ക് കാണത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ തന്നെ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവളായിട്ടിരുന്നു. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ ജീവിതത്തിൽ അങ്ങനല്ല സംഭവിച്ചത്. നേരെ ഓപ്പോസിറ്റ് ആണ്. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ ശക്തി വർദ്ധിച്ചു വന്നു, എനിക്ക് ആരോഗ്യം വർദ്ധിച്ചു വന്നു, സ്റ്റാമിന വർദ്ധിച്ചു വന്നു, വെയിറ്റ് കൂടിക്കൂടി വന്നു. അങ്ങനെ ജൂലൈയിലാണ് എൻ്റെ ലാസ്റ്റ് 6ാമത്തെ കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കിനി ഒരു സ്കാൻ ചെയ്യാം. അതിൻ്റെ ആദ്യം ഒരു പെറ്റ് സ്കാൻ ചെയ്തിരുന്നു, എവിടെയൊക്കെ ക്യാൻസർ ഉണ്ട്, എത്ര ആക്റ്റീവാണെന്ന് അറിയാൻ. എന്നാൽ ഈ 6 കീമോ കഴിഞ്ഞപ്പം പറഞ്ഞു, നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം, നിന്റെ ശരീരത്തിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഓഗസ്റ്റ് 10 2023 എൻ്റെ പോസ്റ്റ് കീമോ അതിനുള്ള പെറ്റ് സ്കാൻ ചെയ്തു. പെറ്റ് സ്കാൻ ചെയ്ത് അന്ന് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തെ എൻ്റെ റിപ്പോർട്ട് വന്നു. ഞാനത് വായിച്ചു. എൻ്റെ ഒറ്റ ലിംഫ് നോഡിലും എനിക്ക് ക്യാൻസർ ഇല്ല. 100 കണക്കിന് ലിംഫ് നോഡിൽ ക്യാൻസർ ഉണ്ടായിരുന്നിടത്ത് ഒരു ലിംഫ് നോഡ് പോലും കാണാനില്ല. എൻ്റെ ബോണെല്ലാം ഹീൽ ചെയ്തിരിക്കുകയാണ്. ഒന്നും ക്യാൻസർ ഇല്ല. എൻ്റെ ബ്രസ്റ്റിൽ മാത്രം വളരെ ഫെയിൻ്റായിട്ട് ഒരു സ്കിന്നിലോ വല്ല ഒരു തിക്നെസ് പോലെ അവർക്ക് തോന്നുന്നതല്ലാതെ എൻ്റെ ശരീരത്തിൽ എങ്ങും ക്യാൻസർ ഉള്ളതായിട്ട് ആ റിപ്പോർട്ടിലില്ല. അങ്ങനെ ഒരു അതിശയകരമായൊരു റിപ്പോർട്ടാണ് ദൈവം എനിക്ക് തന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഇതെല്ലാം വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്കിനി കീമോയുടെ ആവശ്യമില്ല, നമുക്ക് ഈ ഇമ്മ്യൂണോതെറാപ്പി തന്നെ ഒരു ഇഞ്ചക്ഷനായിട്ട് എല്ലാ 3 ആഴ്ച കൂടുമ്പോഴും ചെയ്യാം. അങ്ങനെ അതോടുകൂടെ എൻ്റെ കീമോ നിർത്തുവാനിടയായി. ആ സമയമായപ്പോഴത്തേക്ക് എൻ്റെ മുടിയെല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് മുടിയെല്ലാം ഷേവ് ചെയ്ത് കളയേണ്ടി വന്നു. ജൂലൈയിൽ എൻ്റെ മകളുടെ വിവാഹം നടക്കേണ്ടത് ഒക്ടോബറിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മമ്മി ജീവനോടുണ്ടെങ്കിൽ മമ്മി എൻ്റെ കല്യാണത്തിന് വേണം എന്ന് പറഞ്ഞ് അത് ഒക്ടോബറിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ ഒക്ടോബറിൽ അവിടെ വിവാഹത്തിന് വേണ്ടി ഞാൻ അറ്റ്ലാന്റയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ ഒക്ലഹോമയിൽ വെച്ചായിരുന്നു വിവാഹം. അതിന് വരുവാനും ആ വിവാഹത്തിന് അറ്റൻഡ് ചെയ്യുവാനിടയായി. അന്ന് തൊട്ട് സ്ലോലി പതുക്കെ ജോലിക്ക് തിരിച്ച് കടന്നുപോയി. ഒരു മാസത്തിൽ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം ഹാഫ് ഡേ ഒക്കെ ചെയ്യത്തുള്ളൂ. അതിനൊക്കെയുള്ള ആരോഗ്യമുള്ളൂ. കുറേശ്ശെയായിട്ടാണ് ആരോഗ്യം തിരിച്ചു വന്നത്. അങ്ങനെ പതുക്കെ ദൈവം എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല, എനിക്ക് ആരോഗ്യം പതുക്കെ റീഗെയിൻ ചെയ്യുവാനിടയായി. അന്ന് തൊട്ട് എല്ലാം 3 മാസം 6 മാസം കൂടുമ്പോൾ സ്കാനിങ് ഒക്കെയും ചെയ്യുന്നുണ്ട്. സ്കാൻ ചെയ്യുമ്പോഴൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട റിപ്പോർട്ടുകളാണ് ദൈവം എനിക്ക് ഇതുവരെയും തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. അങ്ങനെ അവിടെ സഭാശുശ്രൂഷയിൽ ഞങ്ങളായിരുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോയപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ.
നമ്മൾ ധാരാളം സമയമുണ്ട്. കട്ടിലിൽ കിടക്കുകയാണ്, നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. 3 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുന്നതെന്നല്ലാതെ ഇങ്ങനെ ഉറങ്ങുക, ഇങ്ങനെ കിടക്കുക. ഒത്തിരി മ്യൂസിക്, ഒത്തിരി പാട്ടുകൾ കേൾക്കുന്നുണ്ട്, ദൈവവചനങ്ങൾ കേൾക്കുന്നുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ആദ്യം ഡയഗ്നോസ് ചെയ്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ മരിച്ചു പോകുമോ? നിന്റെ സന്നിധിയിലേക്ക് എന്നെ ചേർക്കാനാണോ നിന്റെയൊക്കെ താല്പര്യം? അങ്ങനാണെങ്കിൽ ദൈവം എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന. കർത്താവ് എന്നെ ശുദ്ധീകരിച്ച് നിന്റെ സന്നിധിയിൽ വരാൻ തക്കവണ്ണം എന്നെ യോഗ്യയാക്കി തീർക്കണേ. മറിഞ്ഞു കിടക്കുന്ന പാപങ്ങളെ കൂടി എന്നെ മനസ്സിലാക്കി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇടപെടാൻ തുടങ്ങിയിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ആൻസർ ചെയ്തത്, ദൈവം എൻ്റെ ജീവിതത്തിൽ മറിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും എന്നെ കാണിച്ചു തന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർത്ത് ഞാൻ വലിയ കുഴപ്പമില്ലാതെ നല്ലൊരു വിശ്വാസിയായിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇന്ന സമയത്ത് പറഞ്ഞ വാക്ക് നിന്റെ ജീവിതത്തിൽ മുറിപ്പാടുണ്ടായി, അതിൻ്റെ മുറിപ്പാടും അതിൻ്റെ ഒരു ബിറ്റർനെസ്സും ഒരു കയ്പും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വ്യക്തിപരമായ റിലേഷൻഷിപ്പിലുള്ളത്, നമ്മുടെ കുടുംബാംഗങ്ങളോടാകട്ടെ, സഭാവിശ്വാസികളോടാകട്ടെ, വർക്ക് പ്ലേസസിലുള്ളതാകട്ടെ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ദൈവം എന്നെ കാണിച്ചു തരാൻ തുടങ്ങി. അത് ഓരോന്നും ഞാൻ ദൈവസ്ഥാനിൽ ഏറ്റു പറഞ്ഞു. കാരണം എനിക്കറിയത്തില്ല നാളത്തെ ദിവസം എനിക്കുള്ളതാണോ, എനിക്ക് 6 മാസം ജീവിക്കാൻ പറ്റുമോ എന്ന് അറിയാത്തത് കൊണ്ട് ദൈവസ്ഥാനിൽ ഏറ്റവും ശുദ്ധിയോടെ, ഏറ്റവും നിർമ്മലതയോടെ ചെല്ലണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോന്നും ദൈവസ്ഥാനിൽ ഏറ്റു പറയുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അതാണ് ആദ്യം ചെയ്തത്. ശുദ്ധീകരണമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. രണ്ടാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രിയിലൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ദൈവശബ്ദം കേട്ട് ഇങ്ങനെ ഉണരുകയാണ്. എൻ്റെ ഹൃദയത്തോട് വചനങ്ങളിൽ കൂടെ, പാട്ടുകളിൽ കൂടെ ഒക്കെയും ദൈവം സംസാരിക്കുകയാണ്. അടുത്ത ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവ്, ഞാൻ ദൈവവേല ചെയ്യുന്ന ആളല്ലയോ? പക്ഷെ എൻ്റെ ജീവിതത്തെ ഞാൻ തിരിച്ചു നോക്കി, കർത്താവിനോട് എൻ്റെ എന്തുമാത്രം സ്നേഹവും എന്തുമാത്രം ഡെഡിക്കേഷനും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുവാനിടയായി. ഞങ്ങൾ ദൈവവേല ചെയ്യുന്നവരായിരുന്നെങ്കിലും എന്നാൽ ഞങ്ങളായിരുന്ന അവസ്ഥയിൽ എല്ലാം തികഞ്ഞു എന്നൊരവസ്ഥ, ഒരു ചിന്താഗതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്ന് എന്നെ തന്നെ തിരിഞ്ഞു നോക്കുവാനിടയായി. അങ്ങനെ എൻ്റെ കർത്താവെ, ആദ്യ സ്നേഹത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. നമുക്കറിയാം, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുമ്പോൾ അനേക നല്ല കാര്യങ്ങൾ, സഹിഷ്ണുതയും ഒക്കെ, നിന്റെ പ്രവൃത്തിയൊക്കെ ഞാൻ അറിയുന്നു, എന്നാൽ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അതേപോലെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ കാര്യം ദൈവം എന്നെ മനസ്സിലാക്കി തന്നു. പിന്നീട് അടുത്ത കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അനേക കാര്യങ്ങൾ ദൈവം എന്നെ ഈ വർഷങ്ങളിൽ കൂടി, മാസങ്ങളിൽ കൂടി ദൈവം എന്നെ പഠിപ്പിച്ചു. അടുത്ത കാര്യം ദൈവം എന്നോട് പറഞ്ഞത് എൻ്റെ സമയത്തെ പറ്റിയാണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ സമയമില്ലല്ലോ, ഇപ്പം തന്നെ ആയി തോന്നുന്നു. എന്നാലും ഇത് പറയാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ സമയം വേസ്റ്റ് ആക്കില്ലെന്ന് പറഞ്ഞു, നീ വൃഥാവാക്കി കളയരുതെന്ന് പറഞ്ഞു. ഇപ്പോഴ് നമുക്കറിയാം, യൂട്യൂബായി, സോഷ്യൽ മീഡിയകളായി, അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ കൈത്തുമ്പിൽ തന്നെ ഉള്ളത് കൊണ്ട് അറിയാതെ തന്നെ, ഒന്നും കുഴപ്പമുള്ള കാര്യങ്ങളായിരിക്കത്തില്ല, സിന്നാന്നോ അല്ലെ പാപമാണെന്ന് നമുക്ക് തോന്നാത്ത പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതൊക്കെയും കാണും. ചിലപ്പം കുക്കിംഗ് ചാനലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം കോമഡി ആയിരിക്കും. ഇതൊക്കെയും കണ്ട് സമയം പോകുന്നത് പോലും അറിയത്തില്ല. അത് വിശ്വാസികളുടെ ഇടയിലുണ്ട്, അതെൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അതൊന്നും പാപമായിട്ട് ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടില്ലായിരുന്നു. എന്ന ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്, നിന്റെ ജീവനെ ഞാൻ തിരിച്ചു തന്നതാണ്, നീ സമയം വേസ്റ്റ് ആക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ദൈവസന്നിധിയിൽ വീണ്ടും എൻ്റെ ജീവിതത്തെ ഡെഡിക്കേറ്റ് ചെയ്യുവാനും അത് തീരുമാനം എടുക്കാനും ഇടയായി. ഇനിയും സമയമുണ്ടെങ്കിൽ അത് ഇതിനു വേണ്ടി വേറൊന്നിനും ചെലവാക്കി കളയുവാൻ എനിക്ക് സമയമില്ല എന്ന് ദൈവം എൻ്റെ സമയത്തെപ്പറ്റി വളരെ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയായി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഓരോന്നായി എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുവാനിടയായി. അങ്ങനെ ചെയ്തപ്പോഴാണ് ദൈവം അടുത്ത എന്നോട് പറയുന്നത്, ഈ സമയം നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ പ്രാർത്ഥനയുള്ള വ്യക്തിയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ജീവിതം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാ ജീവിതത്തിൻ്റെ പല ബന്ധപ്പാടുകളുടെ ഇടയിൽ ആ പ്രാർത്ഥന ജീവിതമൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു പോയായിരുന്നു. അത് ദൈവം എന്നോട് പറഞ്ഞു, അതിരാവിലെ എഴുന്നേൽക്കാൻ. അപ്പോഴത്തേക്ക് എനിക്ക് ആരോഗ്യമായി വന്നു. എങ്ങും പോകണ്ട, വളരെ കുറച്ച് ദിവസം അന്നൊക്കെ ജോലി ചെയ്യുന്നുള്ളൂ.
അതുകൊണ്ട് എനിക്ക് സമയമുണ്ട്. ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഇരിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഉള്ളൊരു ബേർഡൻ വീണ്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. എൻ്റെ ജീവിതത്തെ ദൈവം പുതുക്കി പണിതു. അതിനുവേണ്ടി ഈ ശോധനയുടെ കഷ്ടതയുടെ ഒരു തീച്ചൂളയിൽ കൂടി എന്നെ കടന്നുപോയി കടത്തി പൊന്നുപോലെ പുറത്തു വരുത്തുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയി. ഇനി ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു 2023 എൻ്റെ ഡയഗ്നോസിസ്. അങ്ങനെ 2024 അവസാനമായപ്പോൾ അപ്പം ഞാൻ ഈ ഫേസ്ബുക്കിലായി മറ്റ് ചാനലുകളായി ആപ്സൊക്കെ ഞാനിങ്ങനെ ഡിലീറ്റ് ചെയ്തു. പല സമയങ്ങൾ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം എൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കുവാനിടയായി. ഉൾക്കണ്ണുകളെ തുറക്കാൻ ഇടയായി എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ ദർശനങ്ങളൊക്കെയും കണ്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അനേക ദർശനങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ പറ്റിയും എന്നെ പറ്റിയും കുഞ്ഞുങ്ങളെ പറ്റിയായിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ദർശനങ്ങളും വെളിപ്പാടുകളും ദൈവം തരാൻ തുടങ്ങി. അങ്ങനെ ഒരു വെളിപ്പാടിലാണ് ഇനിയും സഭാ ശുശ്രൂഷയിൽ നിന്ന് അല്പസമയം മാറി നിൽക്കണം, വേറൊരു ശുശ്രൂഷയിലേക്ക് ദൈവം ഞങ്ങളെ നടത്തും എന്നൊരു ദർശനം ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഡിസംബർ ആയപ്പോൾ 2024 ഡിസംബർ ഈ വർഷം ആദ്യം ഞങ്ങൾ സഭയിൽ അത് അറിയിക്കുവാനും അങ്ങനെ സഭയിൽ 6 മാസത്തേക്ക് അവർക്ക് പുതിയൊരു പാസ്റ്റർ എടുക്കണമല്ലോ, അങ്ങനെ അവർക്ക് നോട്ടീസ് കൊടുക്കുവാനും ഇടയായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഈ രോഗത്തിൽ കൂടി കടന്നുപോയി ഇതൊക്കെയും ബെറ്റർ ആയെങ്കിൽ കൂടി പൂർണ്ണമായിട്ട് ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും എനിക്കൊരു വിചാരമില്ല. കാരണം അതിനുള്ള ആരോഗ്യം എനിക്കുണ്ടോ? കാരണം എല്ലാ 3 ആഴ്ചയും പോയി എൻ്റെ കാലയിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും സ്റ്റേജ് 4 ആയിരുന്നുകൊണ്ട് അത് ഇവരൊരിക്കലും നിർത്തത്തില്ലെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. നടക്കാനൊക്കെയുമുള്ള ആരോഗ്യമുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിലുപരിയായിട്ടൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ പല പ്രാവശ്യം ദൈവ ദാസന്മാരിൽ കൂടെ എന്നോടും പല കാര്യങ്ങൾ ദൈവം സഹായിച്ചു, എന്നെ അറിയിച്ചു, ഞാൻ ദർശനങ്ങൾ കണ്ടു. എങ്കിലും അതിൻ്റെ ആഴങ്ങളെ ദൈവം അതെനിക്ക് അത്രയും മനസ്സിലായില്ല. അങ്ങനെ 2025 ആദ്യമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒക്ലഹോമയിലേക്ക് തിരിച്ചു അറ്റ്ലാന്റയിൽ നിന്നും മടങ്ങി വരാൻ തീരുമാനിച്ചു. ഇവിടെ മൂത്ത മകൾ ഇവിടെയാണ്, രണ്ടാമത്തെ മകൾ ഇവിടെ അടുത്തുണ്ട്. അങ്ങനെ ഇവിടേക്ക് വരാനും ഇനിയും ദൈവം ഞങ്ങളോട് പറയുന്ന രീതിയിൽ ഒരു മിനിസ്ട്രിയിലേക്ക് ഇനിയും പോകണമെന്ന് വിചാരിച്ച് ദൈവസേനയിൽ ഒരു ബ്രേക്ക് എടുത്ത് ദൈവസേനയിൽ ഇരിക്കണമെന്നും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, തീരുമാനമെടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫെബ്രുവരി അവസാനം ഞാൻ ഒരു മെസ്സേജ് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തു. ഒരു ലൈനിൽ, ഒരു പ്രെയർ ലൈനിൽ ഞാൻ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ദൈവം എന്നോട് അന്ന് പറഞ്ഞൊരു വചനം എന്തുവാന്ന് വെച്ചാൽ, ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. അവര് ചെങ്കടലിന്റെ കരയിൽ വന്നു. അവിടെ പാളയം ഇറങ്ങാൻ ദൈവം അവരോട് പറഞ്ഞതാണ്. എന്നാൽ അവിടെ പാളയം ഇറങ്ങി അവർ തിരികെ നോക്കുമ്പോൾ അവരെ പിന്തുടർന്ന് വരുന്ന ഒരു സൈന്യം, ഒരു ഫറവോന്യ സൈന്യം. അപ്പൊ ഫറവോൻ പറഞ്ഞു, ഇവരെ ഇങ്ങനെ വിട്ടത് ശരിയായില്ല. അപ്പൊ അവരെ പെർസ്യൂ ചെയ്യാണ്, അവരെ പിന്തുടരുകയാണ് സൈന്യവുമായിട്ട്. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ചെങ്കടലാണ്, ഇരുവശത്തും പർവ്വതങ്ങളാണ്. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ മോശ ദൈവത്തോട് കരയുന്നു. മോശ കരയുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, നീ എന്നോട് നിലവിളിക്കുന്ന എന്ത്? മുന്നോട്ട് പോകാൻ ജനത്തോട് കൽപ്പിക്കാം, നീ ഉറച്ചു നിൽക്കുക, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ആ വചനം വെച്ച് ഞാൻ ഒരു മെസ്സേജ് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു പെറ്റ് സ്കാൻ ചെയ്യുന്നു. പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ നെക്കിൻ്റെ സൈഡിൽ ഒരു ലിംഫ് നോഡും എൻ്റെ വലതുവശത്തെ സപ്പക്ടറൽ എന്ന് പറയും, ഈ കഴുത്തിന് താഴെ ഇവിടെ ഉള്ള ഒരു ലിംഫ് നോഡിനും ചെറിയ ആക്ടിവിറ്റി ഉണ്ടെന്നൊരു റിപ്പോർട്ടാണ് എനിക്ക് വന്നത്. അപ്പൊ ഇതുവരെയും വലിയ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന, എനിക്ക് ശരീരത്തിന് ആരോഗ്യമുണ്ട്. എന്നാൽ ഇങ്ങനെ റിപ്പോർട്ടാണ് കിട്ടുന്നത്. ഞാൻ മാർച്ച് ആദ്യത്തെ ആഴ്ച ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിന്റെ ട്രീറ്റ്മെന്റ് ചേഞ്ച് ചെയ്യണം, വേറൊരു പുതിയ കീമോ തുടങ്ങണം. അപ്പം ക്യാൻസറിന് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പോകുന്നത്. അപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ഫെയിലായി, ഇനി പ്രോഗ്രഷൻ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കും. അങ്ങനെ ചെയ്യണം എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഒരു ക്യാൻസർ ഉണ്ട്, എസ്പെഷ്യലി 4th സ്റ്റേജിലുള്ള ഒരു ക്യാൻസർ ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അത് റീആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ വന്നിരിക്കുകയാണ് നിനക്ക്, അതുകൊണ്ട് ഈ ട്രീറ്റ്മെന്റ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനല്ല എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത്, നിന്റെ ദേഹത്ത് തീയുടെ മണം പോലും ഉണ്ടായിരിക്കില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി,
ഞാൻ ആ മെസ്സേജ് പറഞ്ഞത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഉറച്ചു നിൽപ്പീൻ, എന്നോട് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, നീ ഉറച്ചു നിൽപ്പീൻ, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ അതിൽ കയറി പിടിച്ചു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ ട്രീറ്റ്മെന്റ് മാറ്റണ്ട എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടറിന് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ ദേഷ്യമൊക്കെ വന്ന് എന്നോട്. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ആദ്യം എൻ്റെ കീമോ തുടങ്ങി, 6 കീമോ കഴിഞ്ഞ് ഇത്രയും വലിയ റെസ്പോൺസ് നല്ല ബെറ്റർ ആയി കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ തന്നെ പുള്ളി ഇങ്ങനെ തൊള്ളയെ തട്ടി, ഇങ്ങനെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ ട്രീറ്റ്മെന്റ് വളരെ ഗുഡായിരുന്നു, ഇത്രയും മിടുക്കനാ ഞാൻ, അതുകൊണ്ട് എൻ്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് നീ ഇത്രയും ബെറ്റർ ആയെന്ന് പറഞ്ഞു. ദൈവം തൻ്റെ മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഞാനത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇത് പറയുകയാണ്. അങ്ങനെ ഈ 2 വർഷം കഴിഞ്ഞപ്പോൾ 2025 മാർച്ചിലെ കാര്യമാണ്. അപ്പൊ ഡോക്ടറിന് തന്നെ ഒരു നിരാശ, ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങള് 2-3 മാസം കഴിയുമ്പോൾ മെയില് ഇങ്ങോട്ട് മൂവ് ചെയ്യാനും തീരുമാനമെടുത്തിരിക്കുക. അപ്പൊ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മൂവ് ചെയ്യണ്ട, ഈ ട്രീറ്റ്മെന്റ് മാറ്റ്, അതാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ഞാൻ ഉറച്ചു, ഞാൻ ശക്തിയോടെ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞ വാക്കിന് ഒരു വ്യത്യാസവും വരത്തില്ല എന്ന് ഞാൻ വിശ്വാസത്തോടെ ഇരുന്നു. അങ്ങനെ അവസാനം ഈ ഒരു ലിംഫ് നോഡിന് വീണ്ടും ഒരു ബയോപ്സി ചെയ്യാൻ തീരുമാനിച്ചു. ഏപ്രിൽ എനിക്ക് ബയോപ്സി ചെയ്തു. അപ്പോഴ് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ വന്നാൽ അവിടുത്തെ സഭാ ശുശ്രൂഷ വിട്ടാണ് ഞങ്ങൾ ഒരു പുതിയ സ്ഥലത്തേക്ക് വരുന്നത്. ഞാനൊരു ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻകം ഉള്ളൂ. ഇവിടെ വന്ന് ഒരു റെന്റൽ ഹൗസ് എടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം പേപ്പർ വർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എൻ്റെ കൊച്ചുമകളുടെ കോളേജ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള, അവൾ അവിടെ കോളേജ് 1 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഇങ്ങനെ ഇരിക്കുന്ന നടുക്കാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് വരുന്നത്. അങ്ങനെ അവസാനം അതിലൊരു ബയോപ്സി ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ 97% ക്യാൻസറാണ് അതുവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. 3% ട്രീറ്റ് ചെയ്യാതെ വിട്ടിരുന്ന ക്യാൻസറിന്റെ സെല്ലുകളാണ് അതിൽ നിന്ന് കണ്ടുപിടിക്കാനിടയായത്. കണ്ടുപിടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ, അത് നമ്മൾ അഡ്രസ് ചെയ്യാതെ വിട്ടുപോയതാ, നിന്റെ മറ്റേ ക്യാൻസർ കാണുന്നില്ല എന്ന് പറഞ്ഞ് അതിനുവേണ്ടി എനിക്കൊരു ചെറിയ ടാബ്ലറ്റ് കൂടെ എൻ്റെ ട്രീറ്റ്മെന്റിൽ ആഡ് ചെയ്യാനിടയായി. വേറെ ഒരു ട്രീറ്റ്മെന്റും കർത്താവ് എന്നോട് പറഞ്ഞു, ചെരുപ്പ് നനയാതെ ഉണങ്ങിയ നിലത്തുനിന്നുകൂടെ നീ ഇതിൻ്റെ അപ്പുറം കടക്കും എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ അത് തന്നെ വിശ്വസിച്ചു, അത് തന്നെ ഞാൻ ആശ്രയിച്ചു, ധൈര്യത്തോടെ നിന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു ഡോക്ടറോട് നോ പറയാനും. ഇങ്ങനെ പല ചിന്താഗതികൾ, എസ്പെഷ്യലി നമുക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ നോളജ് ഒരു അല്പം കൂടെ ഉണ്ടെങ്കിൽ പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതെല്ലാം ഞാൻ മാറ്റിക്കളഞ്ഞു. എന്നോട് വാക്ക് പറഞ്ഞ ദൈവം, അവൻ കള്ളം പറയാൻ, അവൻ വ്യാജം പറയുന്ന ദൈവമല്ല, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ ആ ഒരു ടാബ്ലറ്റൂടെ മാത്രം സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഹോർമോൺ ബ്ലോക്കറാണ്, മാത്രം കൂടെ ആഡ് ചെയ്യേണ്ടി മാത്രമേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞും ബ്ലഡ് വർക്ക് ഒക്കെയും ചെയ്തപ്പോൾ എല്ലാം നോർമലായിട്ടാണ് വന്നത്. അങ്ങനെ മെയിൽ ഈ ഒക്ലഹോമയിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുവാനിടയായി. മെയ് അവസാന ആഴ്ച മെയ് 28 ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് സർവീസിലാണ്, ഇവിടുത്തെ സിറ്റി ഗവൺമെന്റിലാണ് ഞാൻ ഒരു വെറ്റിനറിയനായിട്ട് ജോലി ചെയ്തിരുന്നത്. ആ ജോലി തന്നെ എനിക്ക് തിരികെ ലഭിക്കാനിടയായി. നല്ലൊരു ജോലിയാണ്, ഇത്തിരി കഷ്ടപ്പാടുള്ള ജോലിയാണ്, അത് ചെയ്യാൻ പറ്റുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടാവുമോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ മെയ് 28 ആ ജോലിക്ക് ഞാൻ തിരികെ ചേരുവാനിടയിൽ അന്ന് രാവിലെ ഞാൻ വെളിയിലോട്ട് ജോലിക്ക് വേണ്ടി പോവുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്, കർത്താവേ, എൻ്റെ ശരീരത്തിന്റെ അവസ്ഥ നീ അറിയുന്നു, ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളും എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യമില്ലായ്മയും നിനക്കറിയാം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് സംസാരിച്ചു, ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല, ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കുമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ കയറി പിടിച്ചു. ജോലിയിൽ അല്പ ക്ഷീണമെന്ന് 10 മണിക്കൂറാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ദിവസം. 4 ദിവസം ഒരാഴ്ചയിൽ 10 മണിക്കൂർ വെച്ച് ഞാൻ ജോലി ചെയ്യും ഒരു ദിവസം. സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് 10 മണിക്കൂർ ബുദ്ധിമുട്ടാണ്. പണ്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് കടന്നു. ഇപ്പൊ 4 മാസമായി ഫുൾ ടൈമായിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ബലവും ദൈവം എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഞാൻ ഇപ്പം സെപ്റ്റംബർ ഇപ്പം അവസാനമായല്ലോ, 4 മാസമായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓഗസ്റ്റിൽ ഇവിടെ വന്നു, ഒരു പുതിയ ഡോക്ടറെ ഒക്കെ കണ്ടു. ഓഗസ്റ്റിൽ പിന്നെയും ഒരു സ്കാൻ ചെയ്തു. ഈ സ്കാൻ ചെയ്തപ്പോൾ
ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ ലിംഫ് നോഡുകൾ പോലും ചുരുങ്ങിപ്പോയി, മാറിപ്പോയി എന്നൊരു റിപ്പോർട്ടാണ് എനിക്ക് ലഭിക്കുവാനിടയായത്. നമ്മുടെ ദൈവം എന്ത് വിശ്വസ്തനാണ്. എന്നാൽ ശത്രു തോർത്തു, ഇവളെ ഞാൻ പുറകെ പോയി ഞാൻ പിടിക്കും എന്ന് വിചാരിച്ചു. എൻ്റെ ഡോക്ടറെ കൂടെ അത് എൻ്റെ ചികിത്സ ചേഞ്ച് ചെയ്യാൻ ഒക്കെയും എന്നെ പ്രസ് ചെയ്തു. എന്നാൽ ആ ചികിത്സ, ആ ട്രീറ്റ്മെന്റ് ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ആ ട്രീറ്റ്മെന്റ് സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനെ ഡിസ്ട്രോയ് ചെയ്യുമെന്നുള്ളതാണ്. എൻ്റെ ലങ്സിൽ ക്യാൻസർ വന്നിട്ടില്ലായിരുന്നു. ലങ്സിൽ ക്യാൻസർ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ലിംഫ് നോഡ്സിൽ ക്യാൻസർ ഉണ്ടായിരുന്നു, മീഡിയാസ്റ്റൈനൽ ലിംഫ് നോഡ് എന്നൊക്കെ പറയും. അതിൽ ക്യാൻസർ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ലങ്ങിലുള്ള, എൻ്റെ ശ്വാസകോശത്തിൽ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ട്രീറ്റ്മെന്റ് ഞാൻ എടുത്തിരുന്നെങ്കിൽ എൻ്റെ ശ്വാസകോശത്തിൽ അത് അഫക്റ്റ് ചെയ്യും, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാതെ ഞാൻ കിടപ്പിലായി പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അതിന് വരാൻ ഇടയാകാതെ വണ്ണം ആരോഗ്യത്തോടെയും സൗഖ്യത്തോടെയും ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള കൃപ ദൈവം തന്നുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഒക്കെയും കുടുംബമായിട്ട് ദൈവവേലയിലായിരിക്കാനും ഇങ്ങനെ സാക്ഷ്യങ്ങൾ പങ്കെടുക്കുവാനും ദൈവവചനം സംസാരിക്കുവാനും ഒക്കെയും ഒരവസരങ്ങളും ഒക്കെയും ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ദൈവത്തിൻ്റെ ഓരോ നടത്തിപ്പുകൾ ദൈവം ആക്കിയിടത്തോളം സമയം വിശ്വസ്തയോടെ, വിശ്വസ്ത സാക്ഷിയായി കുടുംബമായിട്ട് ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദേവസ്ഥാനയിൽ ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഇങ്ങനെ അവസരം തന്ന ആരോമ ടിവിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഇത്രയും സമയം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ പറ്റി പറയുവാന് അടിയനെ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ഞങ്ങളുടെ നിത്യപിതാവ്, ഹല്ലേലൂയ. അവിടുന്ന് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് കർത്താവെ, ഞങ്ങളുടെ രക്ഷിതാവായ കർത്താവ് അവിടുന്നാണ്. ഞങ്ങളുടെ രോഗത്തിന് സൗഖ്യദായകൻ അവിടുന്നാണ്. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനം ഞങ്ങൾക്കുള്ളതിനാലും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥന, ഈ വചനം കേൾക്കുന്ന എൻ്റെ സാക്ഷ്യം കേട്ട് ആരെങ്കിലും ശരീരത്തിൽ രോഗികളായിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും മാരകമായ രോഗത്തിൽ കൂടി കടന്നു പോയിരിക്കുന്നെങ്കിൽ, കർത്താവെ, അവിടുത്തെ അടിപ്പിണരുകളുള്ള സൗഖ്യം അവർക്ക് അവകാശമുള്ളതിനാൽ ഞാൻ അത് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന് കർത്താവെ, അതുപോലെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുകയും അധികം കൃപയിലേക്ക് നടത്തുകയും ചെയ്യണമേ. ഈ ആരോമ ടിവിയും കർത്താവ് അനുഗ്രഹിച്ച് നടത്തണം. അടിയങ്ങളെ എല്ലാം കർത്താവിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാം യേശു അപ്പച്ചന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ദൈവസന്നിധിയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും കർത്താവിൻ്റെ ദാസിയോടുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും വിതരണത്തിൽ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ മാതാപിതാക്കന്മാർക്ക് ജനിച്ച് വളർത്തപ്പെട്ട ഒരു മകൾ, ഒരാത്മീയ പശ്ചാത്തലം, വളരെ ബാല്യത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകളൊക്കെ പറയുവാൻ ഇടയായി തീർന്നു. നല്ല ഒരു പശ്ചാത്തലത്തിൽ വളർന്ന് വരുവാൻ ദൈവം കൃപ ചെയ്തു. ലോകത്തിൻ്റെ പാപങ്ങളോ മാലിന്യങ്ങളോ ഒന്നും ഏൽക്കുവാൻ ഇടം കൊടുക്കാതെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവ് അവസരങ്ങളെ ഒരുക്കിയെന്ന് ആ വാക്കുകളിലൂടെ വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ മുന്നോട്ടുള്ളതായ ഭാവി പരിപാടികളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയെടുത്ത ചില അനുഭവങ്ങൾ പറയുവാൻ ഇടയായി തോന്നുന്നു. റീസെൻ്റ്ലി, സമീപകാലത്ത് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന, കടന്നു പോകേണ്ടി വന്ന ചില സാഹചര്യങ്ങൾ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിക്ക് അപ്പുറമായുള്ള ചില വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ അനുവദിച്ചു, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? സ്വാഭാവികമായിട്ട് മാനുഷികമായ ചിന്താഗതിയിൽ ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ്. ദൈവമക്കളുടെ മകളായി സഹോദരങ്ങൾ എല്ലാവരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് നല്ല ഒരു ആത്മീയ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം ചിലരൊക്കെ ചോദിക്കുവാൻ ഇടയായിത്തീരും. അതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: കർത്താവിൻ്റെ സ്നേഹം
കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ നിറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ മാത്രമാണ്. കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റേതൊരു സന്ദർഭത്തിലും കർത്താവിൻ്റെ സ്നേഹത്തെ, ദൈവ സാന്നിധ്യത്തെ നമുക്കറിയാവുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കഷ്ടതയുടെ അനുഭവങ്ങൾ വരുമ്പോഴാണ്. ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ദൈവം കൊടുക്കുന്ന ചില കരുതലുകളുടെ ഭാഗമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ക്രമീകരണങ്ങൾ എന്ന് മാത്രം. ഇതൊരു അവസ്ഥയാണ്. അത് നമ്മെ ഒരിക്കലും കൈവിട്ടത് കൊണ്ടല്ല, ദൈവം അറിയാതെ അല്ല, ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാനോ വിടുവിക്കുവാനോ കഴിയാത്തത് കൊണ്ടുമല്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. പകരം നമ്മെ ഒന്നുകൂടി രൂപപ്പെടുത്തി കർത്താവിൻ്റെ ഹൃദയപ്രകാരം ദൈവത്തിന് ഉപയോഗമുള്ള ഒരു പാത്രമാക്കി നമ്മെ രൂപപ്പെടുത്തുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ പണിയപ്പെടുന്ന ചില അനുഭവങ്ങളാണ്. രോഗം, ദുഃഖം, വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എസ്പെഷ്യലി അമേരിക്കയിൽ ഒക്കെ പോകുവാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്നതിൻ്റെയും പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സുഖകരമായ, സമാധാനമുള്ള, സന്തോഷകരമായ ഒരു ഭാവി അല്ലെ നല്ലൊരു ജീവിതമാണ് നമ്മളെപ്പോഴും മുന്നിൽ കാണുന്നത്. അവിടെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഒരു പക്ഷെങ്കിൽ കേൾവിക്കാരിൽ ചിലരെങ്കിലും ചോദിക്കാം. നമ്മെ കർത്താവ് സ്നേഹിക്കുന്നു എങ്കിൽ അതിപ്പോൾ അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അത് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുവാൻ ഇടയായി. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനിടയാകുന്ന ഓരോ അവസരങ്ങൾ അത് ദൈവസന്നിധിയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ദോഷത്തിനായിട്ടല്ല നന്മയ്ക്കായിട്ട് തന്നെ തീരുവാൻ ഇടയായിത്തീരും. ദൈവദാസിയുടെ ജീവിതത്തിൽ കടന്നുപോയ ചില വർഷങ്ങൾ ശരിക്കും ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, കരസ്പർശനം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലും വളരെ വ്യക്തമായിട്ട് അനുഭവിച്ചറിയുവാനിടയായി തീർന്നു എന്ന് ആ സാക്ഷ്യത്തിൻ്റെ ഓരോ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് കാൻസർ രോഗം പല പ്രിയപ്പെട്ടവർക്കും ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അത് അഫക്റ്റ് ചെയ്യുകയും ശരീരത്തിൽ അതിൻ്റെ ചികിത്സയ്ക്ക് വിധേയമാകുകയും ചെയ്യുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദേവദാസിയുടെ ജീവിതത്തിലെ ശരീരത്തിൽ മുഴുവനും അസ്ഥികളിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ശിരസ് മുതൽ പാദം വരെ ബാധിച്ചതായ നിലയിലുള്ള ഒരു രോഗം, രണ്ട് വ്യത്യസ്ത തരത്തിലുള്ളതായ കാൻസർ വൈറസുകൾ ശരീരത്തെ അഫക്റ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അതിനെല്ലാത്തിനും കർത്താവ് ഒരു പൂർണ്ണ സൗഖ്യം. ഡോക്ടർമാര് വിധി എഴുതിയും ഇനി ഒരു പാലിയേറ്റീവ് കെയറിന്റെ സഹായത്തോടു കൂടി പരിമിതമായ കാലത്ത് ജീവിച്ച് പോകാം, അത്ര മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് അമേരിക്കയിലെ ഡോക്ടർമാര് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്നും ആമേൻ ആ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ശുശ്രൂഷ കർത്താവ് ഏറ്റെടുത്തു. ആമേൻ. ഒരു കെയർ യൂണിറ്റിലേക്ക് കർത്താവ് വിട്ടില്ല, പകരം കർത്താവിൻ്റെ കെയർ യൂണിറ്റിൽ കർത്താവ് ആ കാര്യങ്ങളെ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി കർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹം, പ്രിയ കർത്താവിൻ്റെ ദാസിയെ ദൈവം പരിപൂർണ സൗഖ്യത്തോടെ, ആമേൻ, വളരെ ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഏറെ അവസരങ്ങളും ആയുസ്സും ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് മുൻനിരയിൽ നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ
അറ്റാക്ക് കൂടുതലുണ്ടാകുന്നത് മുൻനിരയിൽ നിൽക്കുന്നവർക്കാണ്, പിൻനിരയിൽ നിൽക്കുന്നവർക്കല്ല. അതുകൊണ്ട് മുൻനിരയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ താൻ്റെ ദാസ്യ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരാശ്വാസമായി, ഒരു പ്രചോദനമായി, ഒരു പ്രതീക്ഷയായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മോടൊപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കരസ്പർശനം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ ഏതൊരു രോഗവും ഏതൊരു വിഷയവും നമുക്ക് അതിജീവിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ഒരു ബലം, ഒരു ഉൾക്കരുത്ത് കർത്താവ് നമുക്ക് പകർന്നിട്ടുണ്ട്. ക്രൂസിൽ നിന്ന് ഒഴുകിയതായ യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ പാപങ്ങളെ മാത്രമല്ല സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ളതാണ് ആ കാൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിൻ്റെ തിരുരക്തം. യേശു കർത്താവിൻ്റെ ആണിപ്പിടുള്ള കരം ആരുടെ മേൽ തൊട്ടോ ആമേൻ, ആ വ്യക്തിക്ക് പരിപൂർണ സൗഖ്യം. നമ്മൾ ചികിത്സകൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. ഡോക്ടർമാരെ കണ്ടതുകൊണ്ടോ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടോ മരുന്ന് കഴിച്ചതുകൊണ്ടോ ഒരു തെറ്റുമില്ല. എന്നാൽ സൗഖ്യമാക്കുന്നത് മരുന്നല്ല, ഡോക്ടർമാരല്ല. നമുക്ക് സൗഖ്യം തരുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കാരണം എത്രയോ ചികിത്സകൾ ചെയ്ത പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ദിവസം കാണാൻ കഴിയാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിരിക്കുമ്പോൾ ആമേൻ, കർത്താവിൻ്റെ ആ ശബ്ദം, കർത്താവിൻ്റെ കരസ്പർശനം അനുഭവിച്ച ജീവിക്കുന്ന സാക്ഷികൾ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് പോലെ ഇന്നും എത്രയോ പ്രിയപ്പെട്ടവര് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊരു വ്യക്തിയായി തീരുവാൻ ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളുടെ ജീവിതത്തിൽ കർത്താവ് അവസരം ഒരുക്കട്ടെ. ഒരുപക്ഷെങ്കിൽ താങ്കൾ രോഗക്കിടക്കയിലായിരിക്കാം, മരണകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, കാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ജീവിതത്തിൽ തകർന്ന ജീവിതം അനുഭവിക്കുന്ന, ഏതെങ്കിലും നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഒരു സത്യം തിരിച്ചറിയുക, കർത്താവിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായി തീരേണ്ടതിന്, കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീരേണ്ടതിന് കർത്താവ് നമ്മെ ഒരുക്കിയെടുക്കുകയാകുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. നമ്മുടെ പാപങ്ങളെയും നമ്മുടെ രോഗങ്ങളെയും പൂർണ്ണമായി മാറ്റി നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് വരുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേട്ട ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരനുഗ്രഹമായി വിടുതലായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതിൽ സംബന്ധിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com